എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LP UP പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു ചോദിച്ച ഒരു വിഭാഗമാണ് സമാസം. സമാസം എന്ന് പറഞ്ഞാൽ വിഭക്തിക്കുറി കൂടാതെയുള്ള പദപ്രയോഗമാണ് സമാസം. വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം എന്നാണ് കേരള പാണിനീയത്തിൽ AR രാജരാജവർമ്മ പറഞ്ഞത്. നമുക്ക് ആദ്യത്തെ ഒരു മാർക്ക് കൂടെ കിട്ടി. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. ഓക്കെ, സംസ്കൃതത്തിലൊരു വ്യാകരണ ഗ്രന്ഥം വരികയാണ്. ആ വ്യാകരണ ഗ്രന്ഥം എഴുതിയ വ്യക്തിയുടെ പേര് പാണിനി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പാണിനി എഴുതിയ പുസ്തകം പാണിനീയമായി. മലയാളത്തിൽ അതുപോലൊരു വ്യാകരണ ഗ്രന്ഥം വന്നപ്പോൾ അവിടെ എഴുതിയത് പാണിനിയാണെങ്കിൽ ഇവിടെ എഴുതിയ വ്യക്തി കേരള പാണിനിയായി. ആ പുസ്തകം എന്തായി? കേരള പാണിനീയം എന്നറിയപ്പെട്ട ഒരു വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം എന്നോട് ഓർത്തു വയ്ക്കണേ. അപ്പോൾ കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയുടെ പേരൊന്ന് കമൻറ്റ് ബോക്സിലിടണേ. ഓക്കെ, അടുത്തത് വിഭക്തികളുടെയും മറ്റും സഹായം കൂടാതെ ഒന്നിലധികം പദങ്ങൾ ചേർത്ത് പുതിയ പദം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് സമാസം. ഇങ്ങനെ രൂപപ്പെട്ട പദത്തിന് സമസ്തപദം എന്ന് പേര്. ഘടകപദങ്ങളിൽ ആദ്യത്തെ പദം പൂർവ്വപദം എന്നും രണ്ടാമത്തേതിനെ അഥവാ അവസാനത്തേതിനെ ഉത്തരപദം എന്നും വിളിക്കും. സമസ്ത പദത്തെ പ്രത്യയങ്ങൾ ചേർത്ത് പിരിച്ചെഴുതുന്നത് വിഗ്രഹിക്കൽ. അപ്പോൾ സമസ്ത പദത്തെ പ്രത്യയങ്ങൾ ചേർത്ത് പിരിച്ചെഴുതുന്നതാണ് വിഗ്രഹിക്കൽ. ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി, രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് സമസ്ത പദവും രണ്ട് വിഗ്രഹപദവും. ഓക്കെ, അപ്പോൾ എന്താണ് സമസ്തപദം എന്ന് പറഞ്ഞാൽ വിഭക്തികളുടെയും മറ്റും സഹായം കൂടാതെ ഒന്നിലധികം പദങ്ങൾ ചേർത്ത് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് സമസ്തപദം. ഓക്കെ, ഘടകപദം രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തെ ഘടകപദം പൂർവ്വപദം എന്നും രണ്ടാമത്തെ ഘടകപദം ഉത്തരപദം എന്നും പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുകൂടെ നോക്കിയിട്ട് നമുക്ക് ഉദാഹരണം പറഞ്ഞുതരാം. രൂപത്തിലും അർത്ഥത്തിലും സമസ്തപദം ഏകീഭാവം കാണിക്കുന്നു. ഘടകപദങ്ങളുടെ അർത്ഥത്തിനപ്പുറം പുതിയ അർത്ഥവിശേഷങ്ങൾ സമസ്തപദം ഉൽപ്പാദിപ്പിക്കുന്നു. ആവശ്യാനുസാരമുള്ള പുതിയ സമസ്തപദങ്ങളുടെ രൂപവൽക്കരണം ഭാഷയെ പുതുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. നോക്കുക, ചെമന്ന താമര. ഓക്കെ, ചെമന്ന താമര, അതിനെ ചേർത്തെഴുതുമ്പോൾ ചെന്താമര എന്ന് വന്നു. ഇത് സമസ്ത പദമാണ് അല്ലേ? ഇതതിനെ വിഗ്രഹിച്ചെഴുതിയതാണ്. ആദ്യ പദം അറിയപ്പെടുന്നത് പൂർവ്വപദം എന്നാണ്. ആദ്യ പദം അറിയപ്പെടുന്നത് പൂർവ്വപദം എന്നാണ്. രണ്ടാമത്തെ പദം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരപദം എന്നാണ്. രണ്ടാമത്തെ പദം അറിയപ്പെടുന്നത് ഉത്തരപദം എന്നാണ്. ഇത് മനസ്സിലാക്കുക. ഇനി ചെറുതായില്ല ചെറുപ്പം SCRT പാഠപുസ്തകത്തിൽ നമുക്ക് കുറച്ച് സമാസം നോക്കി പോകാം. ജനകപാർശ്വം. എന്താണ് ജനകപാർശ്വം? ജനകന്റെ പാർശ്വം എന്നാണ് അല്ലേ? വശം, സമീപം, അരിക് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ജനകപാർശ്വം ഇത് സമസ്ത പദമാണ്. ഇവിടെ എന്തെങ്കിലും പ്രത്യയമുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വിഭക്തി ഒരു നാമത്തിന് ഒരു വാക്യത്തിലെ മറ്റു പദത്തോടോ, അതായത് ഒരു നാമത്തിന് മറ്റൊരു നാമത്തോടോ അല്ലെങ്കിൽ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കാൻ വേണ്ടി നമ്മൾ ആ നാമത്തിൽ, ആ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തും. അതിനെയാണ് വിഭക്തി എന്ന് വിളിക്കുക. ആ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്ത ശബ്ദത്തെയാണ് വിഭക്തിക്കുറി അല്ലേ? 7 തരം വിഭക്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, സംബന്ധിക, ഉദ്ദേശിക അല്ലേ? അതുപോലെ തന്നെ ആധാരിക തുടങ്ങി 7 വിഭക്തികൾ പഠിച്ചിട്ടുണ്ടാവും. നിർദ്ദേശിക എന്ന വിഭക്തിക്ക് എന്തില്ല? പ്രത്യയം ഒന്നും തന്നെ ഇല്ല. ഒരു നാമത്തെ വെറുതെ നിർദ്ദേശിക്കുന്നു അല്ലേ? കർത്തൃപദത്തെ നിർദ്ദേശിക്കുന്നതാണ് നിർദ്ദേശിക വിഭക്തി. ഓക്കെ, തന്മ നിർദ്ദേശിക കർത്ത എന്നാണ്. കർത്താവിനെ സൂചിപ്പിക്കുന്നത് നിർദ്ദേശിക വിഭക്തിയാണ്. അതിന് പ്രത്യയം ഒന്നുമില്ല. പ്രതിഗ്രാഹിക കർമ്മമേ. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എന്തായിരുന്നു? എ എന്നുള്ളതാണ് അല്ലേ? റിവിഷനാണ്. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എന്താണ്? എ എന്നുള്ളതാണ്. കർമ്മപദത്തെ കുറിക്കുന്നതാണ് പ്രതിഗ്രാഹിക. പോലീസ് പ്രതിയെ പിടിച്ചു എന്നോർക്കുക. പോലീസ് എന്ത് ചെയ്തു? പ്രതിയെ പിടിച്ചു. പിടിച്ചു എന്നത് ക്രിയയാണ്. പോലീസ് എന്നത് കർത്താവാണ്. പ്രതിയെ എന്നത് കർമ്മമാണ്. ഇവിടെ കർമ്മം പ്ലസ് എ എന്ന് ഓർത്താൽ മതി. പ്രതി പ്ലസ് എ ആണ് എന്തായത്? പ്രതിയെ. അപ്പോൾ പോലീസ് പ്രതിയെ പിടിച്ചു എന്ന് ഓർക്കുക. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എ എന്നാണ്. പ്രതി എന്നത് അവിടെ കർമ്മമായിട്ട് വരുന്നു. എന്താണ് കർമ്മം? ഒരു ക്രിയയുടെ ഫലം ആരാണോ അനുഭവിക്കുന്നത് അതാണ് കർമ്മം. അതോടെ ഓർത്തു വയ്ക്കണം. ഒരു ക്രിയയുടെ ഫലം, ഒരു പ്രവൃത്തിയുടെയോ ഒരു അവസ്ഥയുടെയോ ഫലം അനുഭവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? കർമ്മം എന്ന് വിളിക്കുക. അത് മറക്കാതെ ഓർക്കണം. പ്രതിഗ്രാഹിക കർമ്മമേ എന്നാണ്. പിന്നീട് വരുന്നത് ഉദ്ദേശിക വിഭക്തിയാണ് അല്ലേ? സ്വാമി കാരകത്തിലാണ് ഉദ്ദേശിക വിഭക്തി വരുന്നത്.
ക്ക്, ന് എന്നീ പ്രത്യയങ്ങളാണ് ഉദ്ദേശിക വിഭക്തിക്ക്. ക്ക്, ന് എന്നിവ എന്തിൻ്റെ പ്രത്യയമാണ് ചോദിച്ചാൽ അത് ഉദ്ദേശിക വിഭക്തിയാണ്. പിന്നെ സംബന്ധിക വിഭക്തി. സംബന്ധിക വിഭക്തി എന്ന് പറയുമ്പോൾ സംബന്ധികേ ഉടനെൻ്റെ എന്ന് ഓർക്കുക. ഉടൻ്റെ എന്നിത് നോക്കുക, എന്തിനെങ്കിലും ഉടമസ്ഥാവകാശം കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിഭക്തിയാണ് സംബന്ധിക. അവൻ്റെ കാർ, അവിടെ എൻ്റെ ഇല്ലേ, ആ കാറിൻ്റെ ഉടമസ്ഥൻ അവനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജനകൻ്റെ വീട് എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ ജനകനാണ് എന്നർത്ഥത്തിൽ. അപ്പോൾ എൻ്റെ എന്ന പ്രത്യയം ചേർത്തു. അവളുടെ ഫോൺ അല്ലേ, ഫോണിൻ്റെ ഉടമസ്ഥൻ അവളാണെന്ന് ചേർക്കാൻ വേണ്ടി ഉടെ എന്ന പ്രത്യയം ചേർത്തു. അതാണ് സംബന്ധിക വിഭക്തി. സംയോജിക വിഭക്തി നമ്മൾ ഓടൊക്കെ സംയോജിപ്പിച്ചാണ് വയ്ക്കുക എന്നോർത്താൽ മതി. സംയോജിക വിഭക്തിയുടെ പ്രത്യയം ഓട് എന്നതാണ് അല്ലേ. അവനോട്, അവളോട്, ഇതാണ് സംയോജിക വിഭക്തിയുടെ പ്രത്യയമായിട്ട് വരുന്നത്, ഓട്. ഓക്കെ. ചന്ദ്രസമാനം എന്ന പദം സ്ഥിരമായി ചോദിക്കുന്നതാണ്. ചന്ദ്രസമാനം എന്താണ്? ചന്ദ്രനോട് സമാനം. ഓക്കെ. അപ്പോൾ സംബന്ധിക വിഭക്തി പറഞ്ഞു, സംയോജിക വിഭക്തി പറഞ്ഞു, പ്രതിഗ്രാഹിക പറഞ്ഞു, ഉദ്ദേശിക പറഞ്ഞു, നിർദ്ദേശിക പറഞ്ഞു അല്ലേ. അതിനൊപ്പം തന്നെ പ്രയോജിക വിഭക്തിയോടെ ഓർത്തു വയ്ക്കുക. ആൽ, കൊണ്ട് എന്നിവയാണ് പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമായിട്ട് വരുന്നത്. ആൽ, കൊണ്ട്. ആലും കൊണ്ടും എന്തിൻ്റെ പ്രത്യയമാണെന്ന് ചോദിക്കും, മറക്കരുത്. ആൽ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഓർക്കുക. ആല് കൊണ്ട് എന്തുണ്ട്? പ്രയോജനമുണ്ട്. ആൽ, കൊണ്ട് എന്നിവ ഏത് വിഭക്തിയുടേതാണെന്ന് ചോദിച്ചാൽ അത് പ്രയോജിക വിഭക്തിയാണ് അല്ലേ. അതുകൂടെ ഓർത്തു വയ്ക്കണം. ആൽ കൊണ്ട് പ്രയോജനമുണ്ട്. അമ്മ വടിയാൽ അടിച്ചു അല്ലെങ്കിൽ അമ്മ വടി കൊണ്ടടിച്ചു. അമ്മയ്ക്ക് അത് അവിടെ ഒരു ഉപകരണമായി തീരുന്നുണ്ട് അല്ലേ വടി. അപ്പോൾ കരണകാരകവും കാരണകാരകം അഥവാ ഹേതുകാരകവും ഏതിൻ്റെയാണെന്ന് ചോദിക്കും. കരണം അല്ലെങ്കിൽ കാരണകാരകം. ഉപകരണമായി തീരുന്നതാണ് കരണകാരകം. എന്തിനെങ്കിലും ഉപകരണമായി തീരുന്നത് കരണകാരകം. ഓക്കെ. അപ്പോൾ വടി കൊണ്ടെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അവിടെ വടിയാണ് അമ്മയുടെ ഉപകരണം അല്ലേ. ഇപ്പോൾ ഉപകരണം എന്ന വാക്കിൽ നിന്നും കരണം എന്നെടുക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കരണകാരകം ഏതിൻ്റെയാണ്? പ്രയോജിക വിഭക്തിയുടേതാണ്. കാരണം അഥവാ ഹേതുകാരകവും പ്രയോജിക വിഭക്തിയുടേതാണ്. ആൽ, കൊണ്ട് എന്നിവയാണ് പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമായിട്ട് വരുന്നത്. ഓക്കെ. വടിയാൽ അടിച്ചു, മഴുകൊണ്ട് എറിഞ്ഞു, അങ്ങനെ ഓർത്താൽ മതി. അടുത്തത് ഏറ്റവും അവസാനത്തെയാണ് ആധാരിക വിഭക്തി. ആധാരിക അധികരണം എന്നാണ്. അധികരണകാരകം ഏതിൻ്റെയാണ് ചോദിക്കും, അത് ആധാരിക വിഭക്തിയുടേതാണ്. ഇല്ലും കല്ലുമാണ് ആധാരിക വിഭക്തിയുടെ പ്രത്യയം. ആധാരിക വിഭക്തിയുടെ പ്രത്യയം ഇൽ, കൽ എന്നിവയാണ്. ആധാരിക എന്നോർക്കുമ്പോൾ ആരാധിക്കുക എന്നോർത്താൽ മതി. കല്ലിൽ ആരാധിക്കും അല്ലേ. ചില ആളുകൾ കല്ലിൽ ആരാധിക്കും എന്നോർക്കുക. അപ്പോൾ കല്ലിൽ ആരാധിക്കും എന്ന് പറയുമ്പോൾ കല്ലും ഇല്ലും ആധാരിക വിഭക്തിയുടെ പ്രത്യയമാണ്. അതിൻ്റെ കാരക ശബ്ദം ചോദിച്ചാൽ അധികരണകാരകമാണ്. കാരകം ചോദിച്ചാൽ അത് അധികരണകാരകമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ റിവിഷനായിട്ട് അതെല്ലാം പറഞ്ഞു പോയതാണ്. 7 തരം വിഭക്തിയാണുള്ളത്. 7 തരം വിഭക്തിയുടെയും പ്രത്യയം പറഞ്ഞു. നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരകം ചോദിച്ചാൽ ഏതാണ്? അതിൻ്റെ കാരകം, നിർദ്ദേശിക വിഭക്തിയുടെ കാരകം കർത്തൃകാരകം. പ്രതിഗ്രാഹിക വിഭക്തിയുടേതോ കർമ്മകാരകം. സംബന്ധിക വിഭക്തിക്ക് പ്രത്യയമില്ലെന്ന് ഓർക്കുക. സ്വാമീകാരകം ഉദ്ദേശികയാണ്. സാക്ഷികാരകം സംയോജികയുടേതാണ്. സംബന്ധിക വിഭക്തിക്ക് കാരകമില്ല. സംബന്ധിക വിഭക്തിയുടെ പ്രത്യയം ഉടയൻ്റെ എന്നാണ്. പ്രയോജിക വിഭക്തിയുടെ ആല്, കൊണ്ട് എന്നീ പ്രത്യയവും കരണകാരകവും ഹേതുകാരകവും പ്രയോജിക വിഭക്തിയുടേതാണെന്ന് ഓർക്കണം. ആധാരിക വിഭക്തിയുടെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അധികരണകാരകമാണ്. ഇല്ലും കല്ലുമാണ് പ്രത്യയമായിട്ട് വരുന്നത്. ഓക്കെ. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ വിഭക്തി പഠിക്കുന്നത് സമാസത്തിലേക്ക് എത്താനുള്ളൊരു ഊന്നുവടി കൂടെയാണ്. സമാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഈ വിഭക്തിയൊന്നും ഇല്ലാതെയുള്ള പദപ്രയോഗമാണ്. പക്ഷെ ഇതിനെ പിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമാസത്തിൽ വിഭക്തിയുടെ ശബ്ദം കിട്ടും അല്ലേ. ഇവിടെ എൻ്റെ എന്നുള്ള പ്രത്യയമാണ് ചേർന്നിരിക്കുന്നത്. ജനകൻ്റെ പാർശ്വം. എൻ്റെ എന്നത് പറഞ്ഞ് നിങ്ങൾ സംബന്ധികേ ഉടനെൻ്റെ എന്ന് ഓർക്കാൻ പറഞ്ഞു അല്ലേ. സംബന്ധിക തൽപുരുഷനാണ് ഇതിൽ സമാസമായിട്ട് വരുന്നത്. സമാസത്തെ പ്രധാനമായും നമ്മൾ 4 വിഭാഗത്തിലേക്ക് തിരിക്കുന്നത് അതിൻ്റെ പദപ്രാധാന്യം അനുസരിച്ചാണ്. ഇതിലെ ജനകൻ്റെ എന്നത് പൂർവ്വപദം, ഇത് ഉത്തരപദമാണ്. ഓക്കെ. പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നവയെ വിളിക്കുന്ന പേരാണ് അവ്യയീഭാവൻ. പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നത്, ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നത്, പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യം വരുന്നത്
ഓക്കെ, അതിലുള്ള പദത്തിനല്ലാതെ അന്യപദത്തിന് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ പൂർവ്വപദത്തിന് പ്രാധാന്യം, ഉത്തരപദത്തിന് പ്രാധാന്യം, പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം, അന്യപദ പ്രാധാന്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമാസം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പൂർവ്വപദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഭജിച്ചതാണ് അവ്യയീഭാവ സമാസം. അവ്യയീഭാവ സമാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ പറഞ്ഞു, പ്രതിദിനം അല്ലേ. അവ്യയീഭാവൻ എങ്ങനെയാണ്? പ്രതിദിനം എന്നോർക്കുക. അവ്യയീഭാവ സമാസം പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നു. ഇവിടെ എങ്ങനെയാണ് എഴുതുക? ഇതിൽ നമ്മുടെ ചോദ്യത്തിൻ്റെ അവസാനമുള്ളത് ആദ്യം തന്നെ എടുത്തെഴുതുക, ദിനം എന്നെഴുതുക. ഇനി ചോദ്യത്തിൻ്റെ ആദ്യ പദത്തിൽ എന്ത് ചെയ്യാം? അതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത്. പ്രതി എന്ന വാക്കിനർത്ഥം തോറും എന്നാണ്. അപ്പോൾ പ്രതിദിനം എന്നത് എങ്ങനെ പിരിച്ചെഴുതും? ദിനം തോറും. പ്രതിദിനം എങ്ങനെയാണ് നിങ്ങൾ പിരിച്ചെഴുതേണ്ടത്? ദിനം തോറും. അടുത്തത് പ്രതിമാസം എന്നതാണ്. പ്രതിമാസം ഇവിടെയും പൂർവ്വപദത്തിനാണ് പ്രാധാന്യം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് തിരിച്ചിടുക, മാസം എന്നെഴുതുക. പ്രതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തോറും. അപ്പോൾ പ്രതിമാസം, മാസം തോറും. പ്രതിശീർഷം പറഞ്ഞേ, ശീർഷം തോറും. അങ്ങനെയാണെങ്കിൽ അഭിമുഖം, അഭിമുഖം. അഭി എന്ന വാക്കിന് അർത്ഥം നേരെ എന്നാണ്. അപ്പോൾ മുഖത്തിന് നേരെ എന്നാണ് ഏത്? അഭിമുഖം എന്ന വാക്കിനർത്ഥം. മുഖത്തിനു നേരെ. ഓക്കെ, സ, സം, സ എന്നീ വാക്കുകൾ, എന്നീ ശബ്ദത്തിന് സ, സം, സ എന്താണ് അർത്ഥം? ഓടെ അല്ലെങ്കിൽ കൂടെ. ഓടെ അല്ലെങ്കിൽ കൂടെ എന്നർത്ഥമാണ് സ, സം, സ. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് മുതൽ സ കുടുംബം, കുടുംബത്തോടെ, സ വിനയം, വിനയത്തോടെ, സാദരം, സാദരം എന്താണ്? ആദരമോടെ, സദയം, ദയയോടെ എന്നെല്ലാം പറയുന്നത് അല്ലേ. അപ്പോൾ സ, സം, സ എന്നത് ഓടെ അല്ലെങ്കിൽ കൂടെ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ വിത്ത് എന്ന അർത്ഥത്തിൽ എടുക്കും അല്ലേ. വിത്ത്. ഓക്കെ, വിത്ത് ലവ് എന്താണ്? സസ്നേഹം. വിത്ത് ഫാമിലി, സ കുടുംബം. അപ്പം ആ അർത്ഥത്തിലാണ് ഇവിടെ സ, സം, സ. സ, സം, സ ഓടെ അല്ലെങ്കിൽ കൂടെ. അത് ഓർത്ത് വയ്ക്കണേ. സ, സം, സ ഓടെ അല്ലെങ്കിൽ കൂടെ. അപ്പോൾ സസ്നേഹം, സ്നേഹത്തോടെ. ഇവിടെ നോക്കിക്കേ, സസ്നേഹം എന്ന വാക്ക് വരുന്ന സമയത്ത് സ്നേഹം എന്നാണ് അവസാനം വരുന്നത് അല്ലേ. അപ്പോൾ അവസാനം വരുന്നത് എന്ത് ചെയ്യണം? ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്നേഹം എന്ന വാക്ക് എന്ത് ചെയ്തു? നമ്മൾ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തു അല്ലേ. സ എന്ന വാക്കിനർത്ഥം ഓടെ എന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? സ്നേഹത്തോടെ. ഓക്കെ, സവിനയം, വിനയത്തോടെ, സദയം, ദയയോടെ. അത് വളരെ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. അങ്ങനെ ഏറ്റവും അവസാനത്തേത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ആദ്യം എഴുതുമെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് തിരിച്ചെഴുതുമ്പോൾ രണ്ടാമതായിട്ട് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അവ്യയീഭാവൻ. അവിടെ ആദ്യത്തെ പദത്തിനാണ് പ്രാധാന്യം, പൂർവ്വപദത്തിനാണ് പ്രാധാന്യം. ഇവിടെ നോക്കുക, ജനകൻ്റെ പാർശ്വം. ജനകൻ്റെ പാർശ്വം എന്നാണ്. ഇവിടെ പാർശ്വം എന്ന് നമ്മൾ പറഞ്ഞു അരിക് എന്നർത്ഥം അല്ലേ. പാർശ്വം എന്ന വാക്കിനർത്ഥം എന്താണ്? അരിക്. അപ്പോൾ ജനകൻ്റെ സമീപം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജനകൻ്റെ സമീപം. നോക്കിക്കേ, ജനകൻ്റെ സമീപം. ഇവിടെ ജനകൻ്റെ എന്ത് അല്ലേ, ജനകനിൽ നിന്ന് ദൂരെയാണോ അടുത്താണെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ജനകൻ്റെ എന്ന് പറയുമ്പോൾ പാർശ്വം എന്ന വാക്കിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എന്തിനാണ്? പാർശ്വം എന്ന വാക്കിന്. ഇത് ഉത്തരപദമാണ്. രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് തൽപുരുഷൻ. ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്ന സമാസത്തെ വിളിക്കുന്ന പേരാണ് തൽപുരുഷൻ. ഓക്കെ, തൽപുരുഷൻ ഉത്തരപദ പ്രാധാന്യം വരുന്നതാണെന്ന് ഓർത്താൽ മതി. തലവേദന എന്ന് പറയുമ്പോൾ തലയിലെ വേദന എന്നാണ് നമ്മൾ പിരിച്ചെഴുതുക. ഓക്കെ, തലയിലെ എന്ത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ വേദനയ്ക്കാണ് അവിടെ പ്രാധാന്യം. തലവേദന എന്ന വാക്കിൽ വേദന എന്ന ഉത്തരപദത്തിനാണ് പ്രാധാന്യം. തലയിലെ വേദന, വേദനയ്ക്കാണ് പ്രാധാന്യം. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. കുപ്പിവെള്ളം, കുപ്പിയിലെ വെള്ളം. കുപ്പിയിൽ എന്താണ്? കുപ്പിയിൽ വെള്ളമാണ് അല്ലേ. അപ്പോൾ രാജകൊട്ടാരം, രാജാവിൻ്റെ എന്ത്? രാജാവിൻ്റെ കൊട്ടാരം. അവിടെ കൊട്ടാരത്തിനാണ് പ്രാധാന്യം. ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു തൽപുരുഷൻ. ഈ തൽപുരുഷൻ പ്രധാനമായും ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നുവെങ്കിലും അത് ഏത് തൽപുരുഷനാണ് എന്ന് പേര് കൊടുക്കുക. അതിലെ ആദ്യ പദത്തിൻ്റെ ഘടകപദമാക്കുമ്പോൾ വരുന്ന ആദ്യ പദത്തിൻ്റെ പ്രത്യയം അനുസരിച്ചാണ്. നിങ്ങൾ നോക്കിക്കേ, ജനകൻ്റെ പാർശ്വം എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടി. പാർശ്വം എന്ന വാക്കിനാണ് പ്രാധാന്യം. പക്ഷേ അതിന് നമ്മൾ പേര് കൊടുക്കുക. നിങ്ങൾക്ക് തൽപുരുഷനാണെന്ന് മനസ്സിലായാൽ അത് ഏത് തൽപുരുഷനാണെന്ന് കണ്ടുപിടിക്കാൻ വരും. ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ആയിരിക്കും: സംബന്ധിക തൽപുരുഷൻ, പ്രയോജിക തൽപുരുഷൻ, ആധാരിക തൽപുരുഷൻ, രൂപക തൽപുരുഷൻ. ഇപ്പം തൽപുരുഷനാണെന്ന് മനസ്സിലായ ഒരാൾക്ക് ഇതിൽ ഏത് തൽപുരുഷനാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പൂർവ്വപദം ജനകൻ്റെ എന്നാണ് അല്ലേ. ആ ജനകൻ എന്ന വാക്കിനോട് ചേർന്നിരിക്കുന്ന പ്രത്യയം എൻ്റെ പിള്ളേരെ ൻ്റെ എന്നാണ്. ൻ്റെ ഉടേ. ൻ്റെ ഉടേ എന്നത് എന്തിൻ്റെ പ്രത്യയമാണ്? നമ്മൾ പറഞ്ഞു സംബന്ധികേ ഉടനെൻ്റെ എന്ന് ഓർക്കാൻ. സംബന്ധിക തൽപുരുഷനാണ് ഉത്തരം വരിക.
അപ്പം ൻ്റെ ഏത് വിഭക്തിയാണ്? സംബന്ധിക വിഭക്തി. ഏത് തൽപുരുഷനാണ്? സംബന്ധിക തൽപുരുഷൻ. കാതര നയന വളരെ പ്രധാനപ്പെട്ടതാണ്. കാതരമായ നയനത്തോടു കൂടിയവൾ. കാതര നയന, കാതരമായ നയനത്തോടു കൂടിയവൾ അല്ലേ? ഇവിടെ രണ്ട് പദത്തിനുമല്ല, മൂന്നാമതൊരു പദത്തിനാണ്. പൂർവ്വപദമായ കാതരയ്ക്കോ ഉത്തരപദമായ നയനത്തിനോ അല്ല പ്രാധാന്യം, അത് ഉള്ളവൾക്കാണ്. കാതരമായ നയനത്തോടു കൂടിയവൾക്കാണ് പ്രാധാന്യം. അന്യപദ പ്രാധാന്യത്തിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ബഹുവ്രീഹി സമാസം. ബഹുവ്രീഹി സമാസം. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും അല്ലാതെ അന്യപദത്തിന് പ്രാധാന്യം വരുന്ന സമാസത്തെ നമ്മൾ വിളിച്ച പേരാണ് ബഹുവ്രീഹി സമാസം. ഇതും മറ്റൊരു തരം സമാസത്തിന് ഉദാഹരണമാണ്. ഓക്കെ, പീതാംബരൻ. പലരും തെറ്റിക്കുന്നൊരു ചോദ്യമാണ് പീതാംബരൻ. അംബരം എന്ന് പറഞ്ഞാൽ വസ്ത്രമെന്നും ആകാശമെന്നും അർത്ഥമുണ്ട്. അംബരം എന്ന വാക്കിനർത്ഥം വസ്ത്രമെന്നും ആകാശമെന്നുമാണ് അല്ലേ? അപ്പോൾ പീതം എന്നാൽ മഞ്ഞ, മഞ്ഞ വസ്ത്രം ഉടുത്തവൻ. അവിടെ മഞ്ഞ എന്ന വാക്ക് അഥവാ പീതത്തിനോ അമ്പരത്തിനോ അല്ല പ്രാധാന്യം, അത് ഉടുത്തവനാണ്. പീതാംബരൻ. ഓക്കെ, പീതാംബരൻ എന്ന് പറയുമ്പോൾ അത് ഉടുത്തവനാണ് പ്രാധാന്യം. പീതമായ അമ്പരം ഉടുത്തവനാരാണ്? ശ്രീകൃഷ്ണൻ. ഓക്കെ, നീലകണ്ഠൻ. അപ്പോൾ നീല എന്ന വാക്കിനോ കണ്ഠം എന്ന വാക്കിനോ അല്ല പ്രാധാന്യം, നീലയായ കണ്ഠമുള്ളവൻ അവനാണ് പ്രാധാന്യം. ആരാണത്? ശിവനാണല്ലേ. അതുപോലെ തന്നെ ചന്ദ്രമൗലി. മൗലിയിൽ ചന്ദ്രനുള്ളവൻ ആരാണ്? അതും ശിവനാണ് അല്ലേ. മയൂരവാഹനൻ. മയൂരം എന്ന വാക്കിനോ വാഹനം എന്ന വാക്കിനോ അല്ല, അത് വാഹനമായിട്ടുള്ളവൻ സുബ്രഹ്മണ്യനാണ് പ്രാധാന്യം. മൂഷിക വാഹനൻ. മൂഷികൻ എന്ന് പറഞ്ഞാൽ എലിയാണ്. വാഹനത്തിനാണ് പ്രാധാന്യം, എലിക്കാണ് പ്രാധാന്യം? രണ്ടിനുമല്ല, അത് ഉള്ളവനാണ്. മൂഷിക വാഹനൻ ആരാണ്? മൂഷിക വാഹനൻ ഗണപതിയാണ് അല്ലേ. അതുപോലെ തന്നെ ഗജാനനൻ. ഗജം എന്നാൽ ആന എന്നർത്ഥം, ആനനം എന്നാൽ മുഖം എന്നർത്ഥം. ഗജാനനൻ എന്നാലോ ആനയുടെ മുഖത്തോടു കൂടിയവൻ. ഓർക്കണം, ഗജം എന്ന വാക്കിനർത്ഥം ആന, ആനനം എന്ന വാക്കിനർത്ഥം മുഖം. ആനനം, വദനം, ആസ്യം എന്താണ്? മുഖം എന്നർത്ഥം. അപ്പോൾ ഗജാനനൻ ആരാണ്? ഗജത്തിന്റെ ആനനത്തോടു കൂടിയവൻ ഗണപതി അല്ലേ അല്ലേ. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥി. വിദ്യാർത്ഥിക്കുന്നവനാരോ അവൻ ശാസ്ത്രജ്ഞൻ അല്ലേ. ശാസ്ത്രത്തിൽ ജ്ഞാനമുള്ളവനാരോ അവൻ, അവനാണ് ശാസ്ത്രജ്ഞൻ. ഓക്കെ, ശാസ്ത്രജ്ഞൻ പിരിച്ചെഴുതാൻ വരും. ശാസ്ത്രം പ്ലസ് ജ്ഞൻ ആണ് ശാസ്ത്രജ്ഞൻ എന്ന പദം പിരിച്ചെഴുതേണ്ടത്. സ്ഥിരമായി ചോദിക്കും. ശാസ്ത്രം പ്ലസ് ജ്ഞൻ, ശാസ്ത്രത്തിൽ അറിവുള്ളവൻ. പലരും ശാസ്ത്രം പ്ലസ് അജ്ഞൻ എന്ന് എഴുതും. നോക്കിക്കേ, ശാസ്ത്രം പ്ലസ് അജ്ഞൻ എന്ന് എഴുതുമ്പോൾ ശാസ്ത്രത്തിൽ അറിവില്ലാത്തവൻ എന്നായി പോകും അല്ലേ. ശാസ്ത്രം പ്ലസ് ജ്ഞൻ ആവുമ്പോൾ ശാസ്ത്രത്തിൽ അറിവുള്ളവൻ. ശാസ്ത്രം പ്ലസ് ജ്ഞൻ ആണ് ശാസ്ത്രജ്ഞൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ. അപ്പോൾ ശാസ്ത്രത്തിൽ അറിവുള്ളവനാണ് ആരെ? ശാസ്ത്രജ്ഞൻ. അതുകൂടെ ഓർത്തു വയ്ക്കുക. അപ്പോൾ കാതരമായ നയനത്തോടു കൂടിയവൾ ഏത് പദത്തിനാണ് പ്രാധാന്യം? മൂന്നാമതൊരു പദത്തിന്. ശ്രദ്ധിക്കണം, എപ്പോഴും വ്യക്തികളായിരിക്കും കൂടുതലും ബഹുവ്രീഹി സമാസത്തിൽ വരിക. വ്യക്തികൾ ബഹുവ്രീഹി സമാസത്തിലാണ് കൂടുതൽ ഉൾപ്പെടുക എന്ന് ഓർത്തു വയ്ക്കുക. മുക്കണ്ണൻ ആരാണ്? മൂന്ന് കണ്ണുള്ളവൻ ശിവനാണ്. അതുകൂടെ ഓർത്തു വയ്ക്കണം. മുക്കണ്ണൻ ശിവനാണ്, മൂന്ന് കണ്ണുള്ളവൻ ബഹുവ്രീഹി സമാസത്തിലാണ് വരിക. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോകില കുജിതം. കുജിതം എന്ന് പറഞ്ഞാൽ ശരിക്കും മൂളൽ എന്നാണ് അർത്ഥം. കോകിലം കുയിലാണ്. ഓക്കെ, ഇവിടെ കുജിതം കുയിലിൻ്റെ എന്ത്? കോകില കുജിതം. കോകിലത്തിൻ്റെ, കുയിലിൻ്റെ എന്ത്? ഉത്തരപദത്തിന് പ്രാധാന്യം. കുജിതത്തിനാണ് അവിടെ പ്രാധാന്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അതുകൊണ്ട് തന്നെ കുജിതം എന്നത് ഉത്തരപദമാണ്. കോകിലത്തിൻ്റെ എന്ത്? കോകിലത്തിൻ്റെ കുജിതം. കുജിതം എന്നാൽ ഉത്തരപദം. ഉത്തരപദത്തിന് പ്രാധാന്യം ആ മൂളലിലാണ് പ്രാധാന്യം. കോയിലിൻ്റെ മൂളലിനാണ് പ്രാധാന്യം, കുയിലിനല്ല. അതുകൊണ്ട് തന്നെ ഉത്തരപദ പ്രാധാന്യമായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായി പിള്ളേരെ, തൽപുരുഷനാണ്. ഇനി ആ തൽപുരുഷന് പേര് കൊടുക്കണമെങ്കിൽ പൂർവ്വപദത്തോടൊപ്പം ചേർന്നിരിക്കുന്ന ശബ്ദം ഏത് എന്ന് മനസ്സിലാകണം. ൻ്റെ എന്ന ശബ്ദം നിങ്ങൾ നേരത്തെ പഠിച്ചു. സംബന്ധികേ ഉടനെൻ്റെ. സംബന്ധിക തൽപുരുഷന്റെ പ്രത്യയമാണ്. ൻ്റെ ഉടെ ഉടമസ്ഥാവകാശം കാണിക്കുന്നു അല്ലേ. ൻ്റെ ആരുടെ മൂളൽ? കുയിലിൻ്റെ മൂളൽ. അപ്പം മൂളലിൻ്റെ ഉടമസ്ഥൻ കുയിലാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ കോകിലത്തിൻ്റെ എൻ്റെ സംബന്ധിക തൽപുരുഷൻ. അപ്പോൾ കോകിലത്തിൻ്റെ കുജിതം എന്നാണ് കോകില കുജിതം. എൻ്റെ എന്നത് വന്നതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അത് സംബന്ധിക തൽപുരുഷൻ ഉദാഹരണമാണ്. കുസുമ സൗരഭം. കുസുമം എന്നാൽ പൂവ്, സൗരഭം എന്നാൽ മണം. അപ്പോൾ കുസുമത്തിൻ്റെ എന്തിനാണ്? അതിന് ഇതളിനാണോ മണത്തിനാണ് പ്രാധാന്യം? ഇതളിനല്ല, മണത്തിനാണ് പ്രാധാന്യം അല്ലേ. അപ്പോൾ സൗരഭം എന്ന വാക്കിന് പ്രാധാന്യമുള്ളത് കൊണ്ട് ഉത്തരപദ പ്രാധാന്യം അല്ലേ. സൗരഭം എന്ന വാക്കിനർത്ഥം മണം എന്നാണ്. കുസുമം, സൂനം എന്ന് പറഞ്ഞാൽ അലർ എന്ന് പറഞ്ഞാൽ മലർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവാണ്. കുസുമം,
സൂനം, അലർ, മലർ. എന്താണ്? പൂവ് അഥവാ പുഷ്പം എന്നർത്ഥം. കുസുമത്തിൻ്റെ എന്തിന് പ്രാധാന്യം? സൗരഭത്തിന്. സൗരഭം ഉത്തരപദമാണ്. ഉത്തരപദത്തിന് പ്രാധാന്യം വന്നാൽ കണ്ണടച്ച് പറയാം അത് തൽപുരുഷ സമാസമാണ്. ഏത് തൽപുരുഷനാണെന്ന് ചോദിച്ചാൽ ൻ്റെ എന്ന പ്രത്യയം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു അതെന്താണ്? അത് സംബന്ധിക തൽപുരുഷനാണ്. അത് സംബന്ധിക തൽപുരുഷനാണ്. ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു പല്ലവപുടം. പല്ലവപുടം പറഞ്ഞേ. പല്ലവത്തിൻ്റെ പുടം. പല്ലവം എന്നാൽ തളിര് എന്നർത്ഥം അല്ലേ? പല്ലവത്തിൻ്റെ ൻ്റെ എന്ന് വന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. പല്ലവപുടം, പല്ലവത്തിൻ്റെ പുടം. എന്താണ്? സംബന്ധിക തൽപുരുഷ സമാസമാണത്. സംബന്ധിക തൽപുരുഷ സമാസത്തിന് ഉദാഹരണമാണ് പല്ലവപുടം. സംബന്ധിക തൽപുരുഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് മഞ്ജുനാദം. മഞ്ജുവായ നാദം, മനോഹരമായ നാദം എന്നാണ് അർത്ഥം. മഞ്ജു എന്നാൽ മനോഹരം എന്നർത്ഥം. നാദം എന്നാൽ ശബ്ദം അല്ലേ? ഒലി, നിനദം, നാദം, ആരവം. ഒലി, നിനദം, രവം, ആരവം എല്ലാം ശബ്ദം അഥവാ നാദം എന്നർത്ഥം. മഞ്ജു എന്നാൽ മനോഹരം എന്നർത്ഥം. അഴക് അല്ലേ? കാന്തി, ശോഭ, മഞ്ജു, അഴക്, ഭംഗി എന്നർത്ഥം. ഇവിടെ നാദത്തിനാണ് പ്രാധാന്യം. മഞ്ജുവായ എന്ത്? മഞ്ജുവായ നാദം, മനോഹരമായ ശബ്ദം. ശബ്ദത്തിന് പ്രാധാന്യം. അത് ഉത്തരപദമായതുകൊണ്ട് തൽപുരുഷാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് ഏത് തൽപുരുഷനാണെന്ന് ചോദിച്ചാൽ ആയ എന്ന പ്രത്യയം വരുന്നു അല്ലേ? കർമ്മധാരയനാണ്. ഓക്കെ, കർമ്മധാരയൻ. ആയ എന്ന പ്രത്യയം വരുന്ന സമാസത്തെ വിളിക്കുന്ന പേരാണ് കർമ്മധാരയൻ. ആയ എന്ന പ്രത്യയമാണ് കർമ്മധാരയനിൽ വരിക. നേരത്തെ പീതാംബരൻ ഞാൻ പറഞ്ഞു. ഇവിടെ പീതാംബരം എന്ന വാക്കാണ് വരുന്നതെങ്കിൽ ഓർക്കണം പീതമായ അമ്പരം. അമ്പരം എന്ന വാക്കിനാണ് പ്രാധാന്യം. അമ്പരം എന്നാൽ വസ്ത്രം, മഞ്ഞയായ വസ്ത്രം എന്നാണ്. പീതാംബരം എന്നത് പിരിച്ചെഴുതുക പീതമായ അമ്പരം എന്നാണ്. മഞ്ഞയായ വസ്ത്രം. ആയ എന്ന പ്രത്യയം കണ്ടതുകൊണ്ട് നിങ്ങൾക്കറിയാം അത് കർമ്മധാരയനാണ്. പക്ഷെ പീത അമ്പരൻ എന്നാണെങ്കിൽ അത് ഉടുത്തവനാണ്. അമ്പരൻ ആണെങ്കിൽ അത് ബഹുവ്രീഹിയാണ്. അമ്പരം ആണെങ്കിൽ അത് കർമ്മധാരയനാണ്. അമ്പരൻ ആണെങ്കിൽ ബഹുവ്രീഹിയാണ്. അമ്പരം ആണെങ്കിൽ അത് കർമ്മധാരയനാണ്. പീതാംബരൻ ബഹുവ്രീഹി, പീതാംബരം കർമ്മധാരയൻ. മറന്നു പോകരുത്. അടുത്തത് ചാരുരൂപൻ. ചാരുവായ രൂപത്തോടു കൂടിയവൻ. മനോഹരമായ എന്ന് തന്നെയാണ് അർത്ഥം. ചാരുവായ രൂപത്തോടു കൂടിയവൻ. ചാരു എന്ന വാക്കിന്, അതായത് മനോഹരം എന്ന വാക്കിനോ രൂപത്തിനോ അല്ല പ്രാധാന്യം, അത് ഉള്ളവനാണ്. മനോഹരമായ രൂപമുള്ളവനാണ് പ്രാധാന്യം. പറഞ്ഞേ. പൂർവ്വപദത്തിനുമല്ല പ്രാധാന്യം, ഉത്തരപദമായ രൂപത്തിനുമല്ല പ്രാധാന്യം. പൂർവ്വപദമായ ചാരുവിനോ ഉത്തരപദമായ രൂപത്തിനോ അല്ല പ്രാധാന്യം, അത് ഉള്ളവൻ എന്ന അർത്ഥത്തിന് ബഹുവ്രീഹി അന്യപദത്തിനാണ് പ്രാധാന്യം. ധൈര്യമായിട്ട് പറയാം. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും അല്ലാതെ മൂന്നാമതൊരു പദത്തിന് പ്രാധാന്യം വരുന്നവയാണ് ബഹുവ്രീഹി സമാസം. ചാരുരൂപൻ, ചാരുവായ രൂപത്തോടു കൂടിയവൻ ആരാണ്? അതിൻ്റെ സമാസം ചോദിച്ചാൽ അത് ബഹുവ്രീഹി സമാസം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രാജസേവകൻ. ധൈര്യമായി പറഞ്ഞോളൂ. രാജാവിൻ്റെ ആര്? സേവകൻ. രാജാവിൻ്റെ ഭടൻ അല്ലേ? രാജാവിനെ സേവിക്കുന്നവൻ രാജസേവകനാണ്. സേവകനാണ് പ്രാധാന്യം. പൂർവം പദം ൻ്റെ എന്ന ശബ്ദം ചേർന്നിരിക്കുന്നു. ഉത്തരപദ പ്രാധാന്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അത് തൽപുരുഷനാണ്. ഇനി അതിൽ തൽപുരുഷന് ഏത് പേര് കൊടുക്കുന്ന അറിയണമെങ്കിൽ പൂർവ്വപദമായ രാജാവിൻ്റെ ഒപ്പം ചേർന്നിരിക്കുന്ന പ്രത്യയ ശബ്ദം ൻ്റെ. സംബന്ധിക തൽപുരുഷൻ. ൻ്റെ സംബന്ധികയാണ്. അപ്പോൾ സംബന്ധിക തൽപുരുഷനാണ് രാജാവിൻ്റെ സേവകൻ. ഏറ്റവും അധികം ചോദിക്കുന്നതും സംബന്ധിക തൽപുരുഷൻ എന്നുള്ള സമാസം തന്നെയായിരിക്കും. ഓക്കെ. പുറത്തളം. പുറത്തെ തളം. എ എന്ന ശബ്ദം. പോലീസ് പ്രതിയെ പിടിച്ചു നോർക്കാൻ പറഞ്ഞു അല്ലേ? എ എന്ന പ്രത്യയം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. തളത്തിനാണ് പ്രാധാന്യം. പുറത്തെ എന്ത്? പുറത്തെ തളം. തളത്തിനാണ് പ്രാധാന്യം വന്നതുകൊണ്ട് അത് തൽപുരുഷനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. തൽപുരുഷ സമാസം ആയതുകൊണ്ട് തന്നെ അതിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം തൽപുരുഷന് മുൻപുള്ള ശബ്ദം എ എന്നാണ്. എന്ത് തൽപുരുഷൻ? പ്രതിഗ്രാഹിക തൽപുരുഷൻ. പ്രതിഗ്രാഹിക തൽപുരുഷൻ. പുറത്തെ തളം. പുറത്തെ തളം. ഓക്കെ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പുറത്തെ തളം എന്താ? പ്രതിഗ്രാഹിക തൽപുരുഷൻ. കുതിരയുടെ പുറം. ഡേ. ൻ്റെ ഉടെ. ൻ്റെ ഉടെ ൻ്റെ ഉടെ സംബന്ധിക തൽപുരുഷനാണെന്ന് പറഞ്ഞു അല്ലേ? കുതിരപ്പുറം. കുതിരപ്പുറം. കുതിരയുടെ എന്ത്? കാലാണോ? കൈയാണോ? അല്ല. കഴുത്താണോ? അല്ല. കുതിരയുടെ പുറമാണ്. കുതിരപ്പുറം. പുറത്തിന് പ്രാധാന്യം. പുറം എന്നത് എന്താണ്? പുറം എന്നത് ഉത്തരപദമാണ്. ഉത്തരപദത്തിന് പ്രാധാന്യം വന്നതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ അത് തൽപുരുഷനാണ്. അത് തൽപുരുഷനാണ്. ഏത് തൽപുരുഷനാണ്?
പൂർവ്വപദം കുതിര എന്നതിനോടൊപ്പം ചേർന്നിരിക്കുന്ന ശബ്ദം ഉട എന്നായതുകൊണ്ട് സംബന്ധിക തൽപുരുഷന് ഉദാഹരണമാണത്. സംബന്ധിക തൽപുരുഷന് ഉദാഹരണമാണ് കുതിരപ്പുറം. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, നമ്മളത് SCERT എന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. മുരിഞ്ഞു പിരിയും ചോറും എന്നായിരുന്നു ആ പാഠഭാഗത്തിന്റെ പേര്. അടുത്തത് ആർട്ട് അറ്റാക്ക്. ഓക്കെ, വിദ്യാഭ്യാസ ചെലവ്, വിദ്യാഭ്യാസത്തിന്റെ ചെലവ്, വിദ്യാഭ്യാസത്തിന്റെ എന്ത് എന്നതാണ് ചോദ്യം. വിദ്യാഭ്യാസത്തിന്റെ ചെലവ് പൂർവ്വപദമായ വിദ്യാഭ്യാസം എന്നതിനോടൊപ്പം എന്താണ് ചേർന്നിരിക്കുന്നത് ശ്രദ്ധിക്കണേ. അപ്പൊ ചെലവ് എന്നത് ഉത്തരപദമാണ്. ഉത്തരപദത്തിന് പ്രാധാന്യം വന്നുകൊണ്ട് നിങ്ങൾക്കറിയാം അത് തൽപുരുഷ സമാസമാണ്. ഏത് തൽപുരുഷനാണെന്ന് നിങ്ങൾ എങ്ങനെ പേര് കൊടുക്കും? പൂർവ്വപദമായ വിദ്യാഭ്യാസം എന്നതിനൊപ്പം ഇന്ത്യ എന്ന് ചേർന്ന് വന്നു. എന്താ? സംബന്ധിക തൽപുരുഷൻ. സംബന്ധിക തൽപുരുഷ സമാസമാണ് വിദ്യാഭ്യാസ ചെലവ്, വിദ്യാഭ്യാസത്തിന്റെ ചെലവ്. വീട്ടുവാടക, വീട്ടുവാടക വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. വീട്ടുവാടക ചോദിക്കും, നിർബന്ധമായിട്ടും പഠിക്കണം. വീടിന്റെ വാടക. വീട്ടുവാടക എങ്ങനെ പിരിച്ചെഴുതുക? വീടിന്റെ വാടക. ഓക്കെ, വീട് പ്ലസ് വാടക എന്തെഴുതണം? വീട്ടുവാടക. വീട് പ്ലസ് വാടക, വീട്ടുവാടക, വീട്ടുവാടക, വീടിന്റെ വാടക. ഓക്കെ, വീട് പ്ലസ് വാടക ഇത് ചേർത്തെഴുത്ത് പിരിച്ചെഴുത്തിൽ വന്നാൽ വീട് പ്ലസ് വാടക, വീട്ടുവാടക. വീട് പ്ലസ് വാടക, വീട്ടുവാടക. ഓക്കെ, വീട്ടുവാടക, വീട് പ്ലസ് വാടക. ഇനി അതിനെ വിഗ്രഹിച്ചെഴുതാൻ വന്നാൽ ഇത് ചേർത്തെഴുത്ത് പിരിച്ചെഴുതി. ഇനി വിഗ്രഹിച്ചെഴുതാൻ വന്നാൽ വീട്ടുവാടക, വീടിന്റെ വാടക. ഘടകവാദമാക്കാൻ വന്നാൽ വീടിന്റെ വാടക. വാടക വീടിന്റെ എന്ത്? മുറ്റാണോ? വീടിന്റെ അതുപോലെ തന്നെ മേൽക്കൂരയാണോ? അല്ല, വീടിന്റെ വാടകയ്ക്കാണ് പ്രാധാന്യം. വാടക എന്നത് ഉത്തരപദമാണ്. വാടക ഉത്തരപദമായതുകൊണ്ട് നിങ്ങൾക്കറിയാം അത് തൽപുരുഷ സമാസമാണ്. അതെന്താണ്? തൽപുരുഷ സമാസമാണ്. തൽപുരുഷ സമാസം ഏത് തൽപുരുഷനാണെന്ന് അറിയണമെങ്കിൽ പൂർവ്വപദമായ വീട് എന്നതിന്റെ പ്രത്യയം ഇന്റെ എന്നല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇന്റെ ഉടെ എന്തിന്റെയാണ്? സംബന്ധിക തൽപുരുഷനാണ് അല്ലേ? ഇന്ത്യയുടെ സംബന്ധിക വിഭക്തിയുടെ പ്രത്യയമായതുകൊണ്ട് സംബന്ധിക തൽപുരുഷനാണ് ഉത്തരം. ഉത്തരം എന്താണ്? സംബന്ധിക തൽപുരുഷ സമാസം. വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് വിമർശനത്തിന്റെ ശൈലി. അതാണ് വിമർശന ശൈലി. ശൈലി എന്നതിന് പ്രാധാന്യം, ശൈലി എന്ന ഉത്തരപദത്തിന് പ്രാധാന്യം വന്നതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം അതെന്താണ്? അത് തൽപുരുഷനാണ്. ഏത് തൽപുരുഷനാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? പൂർവ്വപദമായ വിമർശനം എന്നതിനൊപ്പം ഇന്റെ എന്ന ശബ്ദം ചേർന്നിരിക്കുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ എന്തിന്റെ പ്രത്യയമാണ്? സംബന്ധിക വിഭക്തിയുടെ പ്രത്യയമാണ്. സംബന്ധിക വിഭക്തി. സംബന്ധികയെ ഉടനെന്റെ എന്ന് ഓർക്കാൻ പറഞ്ഞു അല്ലേ? അപ്പൊ സംബന്ധിക വിഭക്തി ആയതുകൊണ്ട് തന്നെ സംബന്ധിക തൽപുരുഷ സമാസമാണിത്. സംബന്ധിക തൽപുരുഷ സമാസമാണിത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് കയ്യിലെ നഖം. കയ്യിലെ നഖം. കയ്യിലെ എന്തിനാണോ? വിരലിനാണോ? അല്ല, അതിനകത്തുള്ള നഖത്തിനാണ് പ്രാധാന്യം. കയ്യിലെ നഖം. നഖം എന്നത് ഉത്തരപദമാണ്. ഉത്തരപദ പ്രാധാന്യമായതുകൊണ്ട് നിങ്ങൾക്കറിയാം ഉത്തരപദ പ്രാധാന്യം വന്നാൽ അത് തൽപുരുഷനാണ്. തൽപുരുഷൻ ഏത് നിർണ്ണയിക്കുക? പൂർവ്വപദത്തിന്റെ ശബ്ദമായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യയമായിരിക്കണം. കയ്യിലെ എ എന്ന പ്രത്യയം വന്നാൽ നിങ്ങൾക്കറിയാം പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക വിഭക്തിയാണത് വരിക. ഉത്തരം ധൈര്യമായിട്ട് പറഞ്ഞ് ഏത് തൽപുരുഷനാണ്? പ്രതിഗ്രാഹിക തൽപുരുഷൻ. ഏതാണ്? പ്രതിഗ്രാഹിക തൽപുരുഷൻ. വെള്ളം കുടിച്ചു, വെള്ളത്തെ കുടിച്ചു ചോദിക്കും. വെള്ളം പ്ലസ് എ. നമ്മൾ മനുഷ്യരാണ് അല്ലെങ്കിൽ മൃഗങ്ങളാണ് വെള്ളം കുടിക്കുന്ന ഓർത്താൽ മതി. വെള്ളം എന്നത് അവിടെ കർമ്മമാണ്. ആരാണ് അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഓർത്താൽ മതി. വെള്ളം പ്ലസ് എ, വെള്ളത്തെ കുടിച്ചു. എന്തിനെ കുടിച്ചു? വെള്ളത്തെ കുടിച്ചു. ആ ഉത്തരം കിട്ടുമ്പോൾ വെള്ളം പ്ലസ് എ, വെള്ളത്തെ കുടിച്ചു ചോദിക്കും. അത് പ്രതിഗ്രാഹികയാണ്. കോഴി വളർത്തൽ, കോഴിയെ വളർത്തൽ പ്രതിഗ്രാഹികയാണ്. എലി പിടുത്തം, എലിയെ പിടുത്തം. എ എന്ന പ്രത്യയം ചേർന്നു, അതുകൊണ്ട് തന്നെ അത് പ്രതിഗ്രാഹികയാണ്. കന്നുകാലി വളർത്തൽ, കന്നുകാലിയെ വളർത്തൽ പ്രതിഗ്രാഹികയാണ്. പാക്കുവെട്ടി, പണ്ട് കാലങ്ങളിൽ പാക്കല്ലേ അടയ്ക്ക വെട്ടുന്നത്, പാക്കിനെ വെട്ടുന്നത് പ്രതിഗ്രാഹികയാണ്. എ എന്ന ശബ്ദം ചേർന്നിരിക്കുന്നു. വെള്ളം കുടിച്ചു, ചോറുണ്ടു, എന്തിനെയുണ്ടു? ചോറിനെയുണ്ടു. എ എന്ന ശബ്ദം ചേർന്നിരിക്കുന്നു. പ്രതിഗ്രാഹിക തൽപുരുഷനാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സമഗ്ര ജീവിതം. സമഗ്രമായ ജീവിതം പറഞ്ഞു. ജീവിതം സമഗ്രമായ എന്ത്? സമഗ്രമായ ജീവിതം. ജീവിതത്തിന് പ്രാധാന്യം തൽപുരുഷനാണെന്ന് മനസ്സിലായി. കർമ്മധാരയൻ ആയ എന്ന പ്രത്യയം ഉള്ളത് കൊണ്ട് അല്ലേ? ആയ എന്നോ മായ എന്നോ കണ്ടാൽ ഒന്നും നോക്കരുത്. നിങ്ങൾ എന്താണ്? അത് കർമ്മധാരയനാണ്. സമഗ്ര ജീവിതം, സമഗ്രമായ ജീവിതം എന്തായിരുന്നു? കർമ്മധാരയനാണ് സമാസ വിഭാഗം. ജീവിതത്തിന്റെ ചിത്രങ്ങളാണ് ജീവിത ചിത്രങ്ങൾ അല്ലെ? ജീവിത ചിത്രങ്ങൾ, ജീവിതത്തിന്റെ ചിത്രങ്ങൾ. ജീവിതത്തിന്റെ എന്ത്? ചിത്രങ്ങളാണ്. ചിത്രങ്ങൾ എന്നത് ഉത്തരപദമാണ്. ഉത്തരപദ പ്രാധാന്യം വന്നാൽ തൽപുരുഷനാണ്. പൂർവ്വപദമായ ജീവിതത്തിനോടൊപ്പം ചേർത്തിരിക്കുന്ന പ്രത്യയം ഇന്റെ എന്നുള്ളതാണ്. ജീവിതം പ്ലസ് ഇന്റെ, ജീവിതത്തിന്റെ. ഇന്റെ എന്ന പ്രത്യയം നിങ്ങൾ ഇത്ര നേരം പഠിച്ചു. സംബന്ധിക തൽപുരുഷനാണ്
അല്ലേ? സംബന്ധിക എന്ന വിഭക്തി വന്നതുകൊണ്ട് അത് സംബന്ധിക തൽപുരുഷനാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നവീന കവികൾ. പറഞ്ഞേ, നവീനരായ കവികൾ അല്ലേ? കവികൾക്കാണ് പ്രാധാന്യം. നവീനരായ ആര്? നവീനരായ കവികളാണ്. ഓക്കെ, കവികൾ എന്നത് ഉത്തരപദമാണ്. ഉത്തരപദത്തിന് പ്രാധാന്യം വന്നാൽ തൽപുരുഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഉത്തരപദ പ്രാധാന്യമായതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം, അത് തൽപുരുഷനാണ് അല്ലേ? ഉത്തരപദ പ്രാധാന്യം വന്നാൽ തൽപുരുഷനാണ്. അത് ഏത് തൽപുരുഷനാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? പൂർവ്വപദമായ പദത്തിനോടൊപ്പം നവീനർ എന്നതിനൊപ്പം എന്ത് ചെയ്തു? ആയ എന്ന പ്രത്യയം. ഓക്കെ, നവീനരായ ആയ എന്ന പ്രത്യയം ചേർന്നാൽ അതെന്താണ് പിള്ളേരെ? നിർബന്ധമായിട്ടും പഠിക്കണം, ആയ കർമ്മധാരയനാണ്. നവീനരായ കവികൾ കർമ്മധാരയൻ. ഏതാണ്? കർമ്മധാരയൻ. നിർബന്ധമായിട്ടും പഠിക്കണം, ആയ അല്ലെങ്കിൽ മായ. ആയ, മായ, എന്താ? കർമ്മധാരയൻ. ആ കർമ്മധാരയനിൽ യാ ഉണ്ടെന്ന് ഓർത്താൽ മതി അല്ലേ? കർമ്മധാരയ സമാസമാണ് ആയ, മായ. നിർബന്ധമായിട്ടും പഠിക്കണം, ആയ, മായ, എല്ലാം മായ അല്ലേ? കർമ്മധാരയൻ. കർമ്മധാരയ സമാസം അതോടെ ഓർത്ത് വയ്ക്കണേ. മാനവ സംസ്കാരം. പറഞ്ഞേ, മാനവ സംസ്കാരം, മാനവരുടെ സംസ്കാരം. സംസ്കാരം എന്നത് ഉത്തരപദമാണ്. ഉത്തരപദ പ്രാധാന്യമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിച്ചു? തൽപുരുഷനാണ്. ഏത് തൽപുരുഷൻ? ഉടെ, ന്റെ, സംബന്ധിക തൽപുരുഷൻ അല്ലേ? മാനവർ എന്നത് പൂർവ്വപദമാണ്. പൂർവ്വപദത്തോടൊപ്പം ഉടെ എന്ന പ്രത്യയം സംബന്ധിക വിഭക്തിയുടെ. അങ്ങനെയെങ്കിൽ സംബന്ധിക തൽപുരുഷനാണ് ഉത്തരം വരിക. സംബന്ധിക തൽപുരുഷനാണ് മാനവ സംസ്കാരം, മാനവരുടെ സംസ്കാരം. മാനവൻ എന്നാൽ മനുഷ്യൻ എന്നർത്ഥം. ഓക്കെ, മാനവ സംസ്കാരം എന്നത് എന്താണ്? സംബന്ധിക തൽപുരുഷ സമാസം. ഓക്കെ, വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സ്ഥാപനം എന്നതാണ് ഇവിടെ പ്രാധാന്യം വരുന്നത് അല്ലേ? സംഘടിത സ്ഥാപനം, സംഘടിതമായ സ്ഥാപനം. ഓക്കെ, സംഘടിത സ്ഥാപനം, സംഘടിതമായ സ്ഥാപനം. സ്ഥാപനം സംഘടിതമായ എന്ത്? സംഘടിതമായ തൊഴിലാളികളാണോ? അല്ല, സംഘടിതമായ സ്ഥാപനമാണ്. അപ്പൊ സ്ഥാപനം എന്നത് ഉത്തരപദമാണ്. ഉത്തരപദത്തിന് പ്രാധാന്യം വന്നാൽ നിങ്ങൾക്കറിയാം തൽപുരുഷൻ. പൂർവ്വപദം സംഘടിതം എന്ന വാക്കിനൊപ്പം ആയ അല്ലെങ്കിൽ മായ എന്ന് ചേർന്നിരിക്കുന്നു അല്ലേ? അപ്പൊ മായ എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അത് കർമ്മധാരയനാണ്. ഉത്തരപദ പ്രാധാന്യം പൂർവ്വപദമായ സംഘടിതം എന്ന വാക്കിനൊപ്പം ആയ എന്ന പ്രത്യയം വന്നതുകൊണ്ട് തന്നെ അതെന്താണ്? എന്ത് തൽപുരുഷനാണെന്ന് ഓർത്താൽ മതി, അത് കർമ്മധാരയനാണെന്ന് ഓർക്കുക. അതെന്താണ്? കർമ്മധാരയനാണ്. അടുത്തത് പിഴ എന്ന വാക്കിനാണ് പ്രാധാന്യം. പിഴ അല്ലേ? നടപടി പിഴ, നടപടിയുടെ പിഴ. പിഴ എന്നത് ഉത്തരപദമാണ്. ഉത്തരപദ പ്രാധാന്യം. പൂർവ്വപദമായ നടപടി എന്നതിനോടൊപ്പം ഉടെ എന്ന പ്രത്യയം ചേർത്തു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ പറയാം, ഉടെ, ന്റെ, സംബന്ധിക തൽപുരുഷൻ അല്ലേ? അപ്പോൾ ഉടെ എന്ന പ്രത്യയം സംബന്ധിക വിഭക്തിയുടെ ആയതുകൊണ്ട് പിഴ എന്നത് ഉത്തരപദവും നടപടി എന്നതിനൊപ്പം ഉടെ എന്ന പ്രത്യയം വന്നതുകൊണ്ട് അത് സംബന്ധികയുമായതുകൊണ്ട് സംബന്ധിക തൽപുരുഷൻ എന്ന് വന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, പുരുഷപക്ഷം. പറഞ്ഞോളൂ, പുരുഷന്റെ പക്ഷം. പുരുഷന്റെ പക്ഷത്തിനാണ് പ്രാധാന്യം. പുരുഷന്റെ എന്തിനാ പ്രാധാന്യം? പക്ഷത്തിനാണ് പ്രാധാന്യം. പക്ഷം ഉത്തരപദമാണ്. ഉത്തരപദ പ്രാധാന്യം വന്നാൽ നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയും തൽപുരുഷ സമാസം. എന്താണ്? തൽപുരുഷ സമാസം. പൂർവ്വപദമായ പുരുഷൻ എന്നതിനോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രത്യയം എന്തായിരുന്നു? ന്റെ എന്നതാണ്. പ്രത്യയം ന്റെ ഉടെ വന്നാൽ പറഞ്ഞോളൂ, നിങ്ങൾ പഠിച്ച കാര്യമാണ്. ന്റെ ഉടെ എന്തിന്റെയാ? സംബന്ധിക തൽപുരുഷൻ. എന്തിന്റെയാണ്? സംബന്ധിക തൽപുരുഷൻ. ഉത്തരം പറഞ്ഞു, സംബന്ധിക തൽപുരുഷൻ. അടുത്തത് രചനാ കൗശലം. രചനയിൽ ഉള്ള കൗശലം. രചനാ കൗശലം, രചനയിലുള്ള കൗശലം. ഓക്കെ, രചനാ കൗശലം, രചനയിലുള്ള കൗശലം. നോക്കിക്കേ, പൂർവ്വപദം, മധ്യമപദം, ഉത്തരപദം. ആദ്യ പദം ഇവിടെ പൂർവ്വപദം എന്നും നടുവിലുള്ളതിന് മധ്യമപദം എന്നും മൂന്നാമത്തെ പദത്തിന് അവസാന പദമാണ് ഉത്തരപദം എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. അവസാന പദമാണ് ഉത്തരപദം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ രചനയിലുള്ള കൗശലം രണ്ട് വാക്കാകുമ്പോൾ രണ്ടാമത്തെ വാക്കാണ് ഉത്തരപദം എന്ന് പഠിച്ചു അല്ലെ? ഇവിടെ മൂന്ന് വാക്കാണ്. അപ്പൊ ഏറ്റവും അവസാനത്തെ വാക്ക് എന്താണ്? ഉത്തരപദമാണ്. നടുവിലുള്ള വാക്ക് എന്തായിരിക്കും? മധ്യമപദമാണ്. പിരിച്ചെഴുതുമ്പോൾ നടുവിലൊരു വാക്ക് വരും, പക്ഷെ ചേർത്തെഴുതുമ്പോൾ നടുവിലെ വാക്ക് ഇല്ലാതാകും. ലോപിക്കും. ലോപം എന്ന വാക്കിനർത്ഥം നമുക്കറിയാം കുറവ് എന്നാണ്. ലോഭം എന്താണ്? കുറവ്. ലോപം എന്ന വാക്കിനർത്ഥം പരീക്ഷയ്ക്ക് ചോദിക്കും, നിർബന്ധമായിട്ടും പഠിക്കണം. ലോപം എന്ന വാക്കിനർത്ഥം കുറവ് എന്നാണ്. ലോപം എന്നാൽ കുറവ്. അപ്പൊ നടുവിലുള്ള പദം ലോപിക്കുന്നു, ഇല്ലാതാവുന്നു, കുറയുന്നു. മധ്യമ പദ ലോപി തൽപുരുഷൻ. രചനാ കൗശലം എന്താണ്? മധ്യമ പദ ലോപി തൽപുരുഷൻ. മധ്യമത്തിലെ പദം എന്തു ചെയ്യുന്നു? ലോപിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു മധ്യമ പദലോപി തൽപുരുഷനാണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മധ്യമ പദലോപി തൽപുരുഷന് ഉദാഹരണമാണ് നിങ്ങൾ പഠിച്ച തീവണ്ടി. പലരും ഇന്നും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് തീവണ്ടി. തീയാൽ ഓടുന്ന വണ്ടിയാണ് തീവണ്ടി. തീയാൽ ഓടുന്ന വണ്ടി ആണ് തീവണ്ടി. തീയാൽ ഓടുന്ന വണ്ടി ആണ് തീവണ്ടി. നോക്കുക,
പണ്ട് കാലങ്ങളിൽ, ഇന്നൊക്കെ ഇലക്ട്രിക് ട്രെയിനാണ് അല്ലേ, പണ്ട് പക്ഷെ കൽക്കരിയായിരുന്നു. കൂക്കു കൂക്കു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി അല്ലേ, വെള്ളം മുണ്ടും തീവണ്ടി എന്നൊക്കെ പഠിച്ച് നിങ്ങൾ പാടിയിട്ടുണ്ടോ? കൽക്കരി എന്നതിൻ്റെ പ്രവർത്തന ഫലം, അതായത് കൽക്കരി ചൂടായി അതിൽ നിന്ന് നീരാവി വന്ന് ആ നീരാവിയിൽ ടർബൈൻ കറങ്ങി ആണ് തീവണ്ടിയുടെ എൻജിൻ പ്രവർത്തിക്കുക അല്ലേ. കൽക്കരി ചൂടായി അതിൻ്റെ നീരാവിയിൽ നിന്നും ടർബൈൻ കറങ്ങിയാണ് തീവണ്ടിയുടെ എൻജിൻ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ തീ ആൽ ഓടുന്ന വണ്ടിയാണ്. അവിടെ തീവണ്ടി ഓടാനുള്ള കാരണം എന്താണ്? അവിടെ തീവണ്ടി ഓടാനുള്ള കാരണം ആ തീയാണ്, അതായത് ആ ചൂടാണ്, ആ നീരാവിയാണ്. അതുകൊണ്ട് തന്നെ തീയാൽ ഓടുന്ന വണ്ടി. ഓടുന്ന എന്നത് മധ്യമപദമാണ്, അത് ലോപിച്ചില്ലാതാവുന്നു. ഉത്തരം എന്താണ്? തീവണ്ടി. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. തീവണ്ടി എന്നത് എന്തിന് ഉദാഹരണമാണ്? തീവണ്ടി മധ്യമപദ ലോപി തൽപുരുഷന് ഉദാഹരണമാണ്. ആ തീവണ്ടി പോലെ തന്നെയാണ് ആവിക്കപ്പൽ. ആവിക്കപ്പൽ പറഞ്ഞേ, ആവിയാൽ ഓടുന്ന കപ്പലാണ്. അതും ഇതുപോലെ തന്നെയാണ്, ആവിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് എഞ്ചിൻ പ്രവർത്തിച്ചു പോകുന്നത് അല്ലേ. ആവിക്കപ്പൽ ആവിയാൽ ഓടുന്ന കപ്പൽ. തീവണ്ടി പലരും തെറ്റിക്കും. അതിൻ്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും തീ കൊണ്ടുള്ള വണ്ടി, തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. തീയാൽ ഓടുന്ന വണ്ടിയാണ് തീവണ്ടി. തീയുള്ള വണ്ടി എന്നോ തീ കൊണ്ട് ഓടുന്ന വണ്ടി എന്നോ തീ നിറച്ച വണ്ടി എന്നോ തീ പോലുള്ള വണ്ടി എന്നോ ഒന്നുമല്ല, തീയാൽ ഓടുന്ന വണ്ടി. മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും മാർക്ക് നഷ്ടമാവാത്തൊരു വിഭാഗമാണ് സമാസം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ വളരെ കൃത്യമായിട്ട് മാർക്ക് നേടാവുന്ന ഒരു വിഭാഗം കൂടെയാണിത്. അപ്പോൾ തീവണ്ടി എന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. 3 വാക്കുകൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. തീവണ്ടി പറഞ്ഞോളൂ. തീയാൽ ഓടുന്ന വണ്ടി. തീവണ്ടി, തീയാൽ ഓടുന്ന വണ്ടി. നിർബന്ധമായിട്ടും എഴുതിയെടുത്ത് പഠിക്കുക. മധ്യമപദം ഓടുന്ന, ലോപിച്ചു എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് വരുന്നതാണ് ആവിക്കപ്പൽ. ആവിയാൽ ഓടുന്ന കപ്പൽ. ആവിക്കപ്പൽ വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആവിക്കപ്പൽ, ആവിയാൽ ഓടുന്ന കപ്പൽ. ഓക്കെ, ആദ്യം പറഞ്ഞത് തീവണ്ടി, തീയാൽ ഓടുന്ന വണ്ടി. രണ്ടാമത് പറഞ്ഞത് ആവിക്കപ്പൽ. ആവിക്കപ്പൽ എന്താണ്? ആവിയാൽ ഓടുന്ന കപ്പൽ. മൂന്നാമത്തതാണ് തീപ്പെട്ടി. അത് സ്ഥിരമായി എല്ലാവരും തെറ്റിക്കും. എന്തിനാണ് പിള്ളേരെ തീപ്പെട്ടി? തീ കൊണ്ടുള്ള പെട്ടി, തീ കൊണ്ടുണ്ടാക്കിയ പെട്ടി എന്നൊക്കെ ഉണ്ടാകും. തെറ്റാണ്. തീ കത്തിക്കാനുള്ള പെട്ടിയാണ് തീപ്പെട്ടി അല്ലേ. തീ കത്തിക്കാനുള്ളൊരു പെട്ടി, അത്രയേ ഉള്ളൂ തീപ്പെട്ടി. തീ കത്തിക്കാനുള്ള പെട്ടി. ഓക്കെ, അപ്പോൾ കത്തിക്കാനുള്ളത് എന്നത് മധ്യമപദമാണ്. കത്തിക്കാനുള്ള എന്ന മധ്യമപദം ലോപിച്ചില്ലാതാവുന്നു. അപ്പോൾ തീപ്പെട്ടി മധ്യമപദ ലോപി തൽപുരുഷനാണ്. കൊതുകുവല, കൊതുകിനെ തടയുന്ന വലയാണ് കൊതുകുവല. കൊതുകുവല, കൊതുകിനെ തടയുന്ന വല. കൊതുകിനെ തടയുന്ന വല, അതാണ് കൊതുകുവല. കൊതുകിനെ തടയുന്ന വല. കൊതുകിനെ തടയുന്ന വലയാണ് കൊതുകുവല. മഞ്ഞുതൊപ്പി സ്ഥിരം ചോദ്യമാണ്. മഞ്ഞുതൊപ്പി പഴയ ചോദ്യമാണ്. ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. മഞ്ഞുതൊപ്പി എന്താ? മഞ്ഞിനെ തടയുന്ന തൊപ്പി. മഞ്ഞുതൊപ്പി മഞ്ഞിനെ തടയുന്ന തൊപ്പി. കൊതുകുവല കൊതുകിനെ തടയുന്ന വല. മഴക്കോട്ട് മഴയത്ത് ധരിക്കുന്ന കോട്ട്. മഴക്കോട്ട് മഴയത്ത് ധരിക്കുന്ന കോട്ട്. മഴക്കോട്ട് മഴയത്ത് ധരിക്കുന്ന കോട്ട്. കല്യാണപ്പന്തൽ കല്യാണത്തിനുള്ള പന്തൽ. കല്യാണപ്പന്തൽ കല്യാണത്തിനുള്ള പന്തൽ. ഊണുമേശ ഊണ് കഴിക്കുന്നതിനുള്ള മേശ. ഊണുമേശ ഊണ് കഴിക്കുന്നതിനുള്ള മേശ. സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. നിർബന്ധമായിട്ട് അത് പഠിക്കണം. അപ്പോൾ ഊണുമേശ ഊണ് കഴിക്കുന്നതിനുള്ള മേശ, കല്യാണപ്പന്തൽ കല്യാണത്തിനുള്ള പന്തൽ, തീപ്പെട്ടി തീ കത്തിക്കാനുള്ള പെട്ടി, അതുപോലെ തന്നെ ആവിക്കപ്പൽ ആവിയാൽ ഓടുന്ന കപ്പൽ, തീവണ്ടി തീയാൽ ഓടുന്ന വണ്ടി, രാത്രി മഴ രാത്രി പെയ്യുന്ന മഴ. രാത്രിയിൽ പെയ്യുന്ന മഴയാണ് രാത്രി മഴ. രാത്രി വണ്ടി രാത്രി ഓടുന്ന വണ്ടി. രാത്രിയിൽ ഓടുന്ന വണ്ടിയാണ് രാത്രി വണ്ടി. പെയ്യുന്ന എന്ന പദം ലോപിച്ചോ, രാത്രി മഴ എന്നാവും. രാത്രി പെയ്യുന്ന മഴ. രാത്രി പെയ്യുന്ന മഴ. രാത്രി പെയ്യുന്ന മഴ എന്നതിൽ പെയ്യുന്ന എന്ന പദം ലോപിക്കുന്നു. മധ്യമ പദലോപി തൽപുരുഷൻ. ഒന്നുകൂടെ പറയാം. രാത്രി മഴ, രാത്രി പെയ്യുന്ന മഴ, അല്ലെങ്കിൽ രാത്രിയിൽ പെയ്യുന്ന മഴ. പെയ്യുന്ന എന്ന വാക്ക് ലോപിച്ച് ഇല്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ മധ്യമ പദലോപി തൽപുരുഷനാണ്. രാത്രി വണ്ടി രാത്രിയിൽ ഓടുന്ന വണ്ടി. രാത്രിയിൽ ഓടുന്ന എന്ത്? വണ്ടി. വണ്ടിക്കാണ് പ്രാധാന്യം. തൽപുരുഷനാണ്. അതായത് ഏത് തൽപുരുഷനാ? രാത്രിയിൽ ഓടുന്ന എന്നുള്ളത് കൊണ്ട് ഓടുന്ന എന്ന പദം ലോപിച്ചില്ലാതായതുകൊണ്ടും നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മധ്യമ പദം ലോപിച്ചപ്പോൾ മധ്യമ പദലോപി തൽപുരുഷൻ. മണ്ണെണ്ണ മണ്ണിൽ നിന്നും കിട്ടുന്ന എണ്ണയാണ് മണ്ണെണ്ണ. കുത്തുപാള സ്ഥിരം ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. കുത്തുപാള എന്താണ്? കുത്തുപാള കുത്തിയ പാളയാണ് കുത്തുപാള. കുത്തിയ പാളയാണ് കുത്തുപാള. കുത്തിയ പാള അതും മധ്യമ പദലോപി തൽപുരുഷന് ഉദാഹരണമാണ്. കുത്തിയ പാളയാണ് കുത്തുപാള. നിർബന്ധമായിട്ടും പഠിക്കണം. കുത്തുപാള കുത്തിയ പാളയാണ്.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. രചന കൗശലം, രചനയിലുള്ള കൗശലം എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ മധ്യമ പദലോപി തൽപുരുഷൻ. അപ്പൊ രചന കൗശലം, കൗശലത്തിന് പ്രാധാന്യം, നടുവിലുള്ള ഉള്ള എന്ന പദം പോയിരിക്കുന്നു. മധ്യമ പദലോപി തൽപുരുഷൻ. പഠിച്ചേ, മധ്യമ പദലോപി തൽപുരുഷൻ, മധ്യമ പദലോപി തൽപുരുഷൻ, തൽപുരുഷൻ. ഓക്കെ, അടുത്തത് അനിയന്ത്രിത ദീപ്തി. മായ ആയ, കണ്ണടച്ചു പറഞ്ഞു, അത് കർമ്മധാരയൻ. ദീപ്തിക്ക് പ്രാധാന്യം അല്ലേ. ആയ മായ, ആയ മായ കർമ്മധാരയൻ, ആയാമായ കർമ്മധാരയൻ, ആയാതായ കർമ്മധാരയ സമാസമാണ്. അടുത്തത് ഗാഠതമസ്, ഗാഠമായ തമസ്. വീണ്ടും പറഞ്ഞു, ആയാമായ കർമ്മധാരയൻ, ആയാമായ കർമ്മധാരയൻ അല്ലേ. ആയാമായ, ആയാമായ കർമ്മധാരയൻ. തമസ് എന്നാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, തമസ്. ഈ നീ എന്ന ശബ്ദത്തിനർത്ഥം കൂട്ടം എന്നാണ്. തമസ്സിനി, തമസ്വിനി എന്ന വാക്കിനർത്ഥം രാത്രി എന്നാണ്. തമസ് അഥവാ ഇരുട്ട്, തമസ്വിനി രാത്രി, യാമിനി രാത്രി. അതോടെ ഓർത്തു വയ്ക്കുക. അപ്പൊ ഗാഠമായ തമസ് നമ്മൾ പറഞ്ഞു. ഗാഠമായ തമസ് ആയ മായ കർമ്മധാരയൻ. എങ്ങനെയാണ് പാട്ട്? ആയ മായ കർമ്മധാരയൻ, കർമ്മധാരയ തൽപുരുഷനാണ്. തമസ്സിനാണ് പ്രാധാന്യം. ഗാഠമായ എന്ത്? ഗാഠമായ ഉറക്കമാണോ? അല്ല, ഗാഠമായ ഇരുട്ടാണ്. വിയതാലയം, വിയതാലയം പറഞ്ഞേ, വിയതമാകുന്ന ആലയം. ആലയം വീട് എന്നർത്ഥം അല്ലേ. അപ്പൊ ആലയം എന്നാൽ വീട് എന്നർത്ഥം ഓർത്തു വയ്ക്കുക. വിയതമാകുന്ന ആലയം, ആകുന്ന എന്ന ശബ്ദം ചേർന്നിരിക്കുന്നു. എന്താണ്? ആകുന്ന. വളരെ 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 പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആകുന്ന. ആകുന്ന, ആകുന്ന എന്ന ശബ്ദം പൂർവ്വപദത്തിൽ ചേർന്ന് വന്നാൽ അത് രൂപക തൽപുരുഷനാണ്. ഇവിടെ വിയതമാകുന്ന എന്ത്? ആലയം. ആലയം ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു തരാം. ആലയം എന്നത് ഉത്തരപദമാണ്. ആലയം എന്നത് രണ്ടാമത്തെ പദം അഥവാ ഇതിന് അവസാനം വരുന്ന പദം അല്ലേ. ആലയം എന്നത് ഉത്തരപദമാണ്. ഉത്തരപദത്തിന് പ്രാധാന്യം വന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം അത് തൽപുരുഷനാണ്. അത് തൽപുരുഷനാണ്. അത് ഏത് തൽപുരുഷനാണ് എന്നറിയണമെങ്കിൽ പൂർവ്വപദത്തോടൊപ്പം ചേർന്നിരിക്കുന്ന ശബ്ദം നോക്കണം. നമ്മൾ നോക്കുമ്പോൾ പൂർവ്വപദത്തോടൊപ്പം നമ്മൾ വിഭക്തിയിൽ പഠിച്ച ശബ്ദമല്ല, പുതിയൊരാളാണ് അല്ലേ. ആ ആളുടെ പേരാണ് ആകുന്ന, ആകുന്ന. ഒന്നിനെ മറ്റൊന്നുമായിട്ട് എന്ത് ചെയ്യുന്നു? ഉപമിക്കുമ്പോൾ അത് ഉപമയാണ്. ഒന്നിനെ മറ്റൊന്ന് ആക്കി തീർക്കുമ്പോൾ അത് രൂപകമാണ്. ഒന്നിനെ മറ്റൊന്നുമായി ആഭേദം കൽപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് രൂപക തൽപുരുഷൻ. ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരാളുടെ പേര് രാജു എന്നാണ്. രാജുവിനെ കാണാൻ മമ്മൂട്ടിയെ പോലെയുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പോലെ എന്ന ശബ്ദം ചേർക്കും. പോലെ എന്ന ശബ്ദം ചേർത്താൽ അത് ഉപമ തൽപുരുഷനാണ്. പോലെ എന്ന ശബ്ദം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാമത് എന്നാണ്. ഒന്നിനോട് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാമത്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നുമായിട്ട് സാദൃശ്യമുണ്ടെന്ന് പറയുമ്പോൾ അത് ഉപമ അലങ്കാരത്തിലാണ് വരിക. ഓക്കെ, തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ഉത്തരപദ പ്രാധാന്യം. പൂർവ്വപദം ഉപമ അലങ്കാരത്തിൽ അവസാനിക്കുന്നുവെങ്കിൽ, പൂർവ്വപദം ഉപമ അലങ്കാരത്തിലാണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ ഉപമ തൽപുരുഷൻ എന്നാണ് വിളിക്കുക. ഉപമ തൽപുരുഷനിൽ പോലെ അല്ലെങ്കിൽ പോലെയുള്ള അല്ലെങ്കിൽ പോലുള്ള, അപ്പോൾ പോലെ അല്ലെങ്കിൽ പോലുള്ള എന്ന ശബ്ദം വന്നാൽ അത് ഉപമ തൽപുരുഷൻ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഉപമിത തൽപുരുഷൻ. പോലെ അല്ലെങ്കിൽ പോലുള്ള എന്ന് വന്നാൽ ഉപമ തൽപുരുഷൻ അല്ലെങ്കിൽ ഉപമിത തൽപുരുഷൻ. ഉപമ തൽപുരുഷൻ അല്ലെങ്കിൽ ഉപമിത തൽപുരുഷന്റെ ശബ്ദം ഒന്ന് പറഞ്ഞേ പിള്ളേരെ. പോലെ അല്ലെങ്കിൽ പോലുള്ള, പോലെ അല്ലെങ്കിൽ പോലുള്ള, പോലെ അല്ലെങ്കിൽ പോലുള്ള എന്നാണ്. ഓക്കെ, പോലെ അല്ലെങ്കിൽ പോലുള്ള എന്ന ശബ്ദം ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണടച്ച് പറഞ്ഞോളൂ അത് ഉപമ തൽപുരുഷൻ അല്ലെങ്കിൽ ഉപമിത തൽപുരുഷനാണ്. കുടപ്പന സ്ഥിരം ചോദ്യമാണ് പരീക്ഷയ്ക്ക്. കുടപ്പന എന്താ? കുട പോലെയുള്ള പന. കുടപ്പന, കുട പോലെയുള്ള പന. പനയ്ക്കാണ് പ്രാധാന്യം. പൂർവ്വപദം കുടയാണ്, പക്ഷെ പൂർവ്വപദത്തോടൊപ്പം പോലെയുള്ള എന്ന ചേർന്നിരിക്കുന്നു. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുടയെ പനയുമായിട്ട് പനയെ കുടയുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ കുടപ്പന, കുട പോലെയുള്ള പന, പനയെ കുടയുമായിട്ട് ഉപമിച്ചിരിക്കുന്നു. ഉപമ അലങ്കാരത്തിലാണ് പൂർവ്വപദം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉപമിത തൽപുരുഷൻ അഥവാ ഉപമ തൽപുരുഷനാണ്. പൂന്തളിർ, പൂ പോലെയുള്ള തളിർ അല്ലേ. പൂന്തളിർ പറഞ്ഞേ.
പൂന്തളിർ, പൂ പോലെയുള്ള തളിർ, ഉപമ തൽപുരുഷനാണ്. പോലുള്ള അല്ലെങ്കിൽ പോലെയുള്ള, അല്ലേ? അതുപോലെ തന്നെ തളിർമേനി, തളിർ പോലെയുള്ള മേനി. ഓക്കെ, പൂന്തളിർ, പൂ പോലെയുള്ള തളിർ. ഓക്കെ, അതുകൂടെ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഉപമ തൽപുരുഷൻ കഴിഞ്ഞു. രണ്ടാമതാണ് രൂപക തൽപുരുഷൻ. രൂപക തൽപുരുഷൻ ഞാൻ നേരത്തെ പറഞ്ഞു രാജുവിനെ കാണാൻ മമ്മൂട്ടിയെ പോലെയുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് രാജു മമ്മൂട്ടി തന്നെ. രാജുവിനെ കാണാൻ മമ്മൂട്ടി തന്നെ, വേറെ ഒന്നും നോക്കണ്ട. രാജു ആര് തന്നെയാണ്? മമ്മൂട്ടി തന്നെയാണ്. ഒന്നിനെ മറ്റൊന്നുമായി ആഭേദം കൽപ്പിക്കുക, ഒന്നിനെ മറ്റൊന്ന് ആക്കി തീർക്കുക. അതാണ് എന്ത്? രൂപക തൽപുരുഷൻ. ഒന്നിനെ മറ്റൊന്ന് ആക്കി തീർക്കുക, അല്ലേ? മമ്മൂട്ടിയാകുന്ന രാജു, അങ്ങനെ ഓർത്താൽ മതി. മമ്മൂട്ടിയാകുന്ന രാജു എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ആകുന്ന എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്ന് ആക്കി തീർക്കുക, ആഭേദം കൽപ്പിക്കുക. തൽപുരുഷനിൽ പൂർവപദം ആകുന്ന എന്ന ശബ്ദത്തോടു കൂടി വന്നാൽ അത് രൂപക തൽപുരുഷനാണ്. ആകുന്ന എന്ന ശബ്ദത്തോടു കൂടി വന്നാൽ അത് രൂപക തൽപുരുഷനാണ്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വിഭാഗമാണ് രൂപക തൽപുരുഷനും. ആകുന്ന എന്ന ശബ്ദം രൂപക തൽപുരുഷന് ഉദാഹരണമാണ്. ഒന്നിനെ മറ്റൊന്നാക്കി തീർക്കുന്നു. പൂർവപദം രൂപക അലങ്കാരത്തിൽ അവസാനിക്കുന്നു. രൂപക അലങ്കാരത്തിൽ വരുന്നതാണ് രൂപക തൽപുരുഷൻ. രൂപക അലങ്കാരത്തിൽ വരുന്നതാണ് രൂപക തൽപുരുഷൻ. ശബ്ദം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. രൂപക തൽപുരുഷന്റെ ശബ്ദം പൂർവപദത്തോടൊപ്പം ആകുന്ന എന്ന ശബ്ദം ചേർന്നിരിക്കും. പൂർവപദത്തോടൊപ്പം ആകുന്ന എന്ന ശബ്ദം നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ വിയതമാകുന്ന, വിയതം എന്നത് പൂർവപദമാണ്. ആകുന്ന എന്ന ശബ്ദം ചേർന്നിരിക്കുന്നു. രൂപക തൽപുരുഷനാണ്. വിയതമാകുന്ന ആലയം, ഇവിടെ ആലയത്തിനാണ് പ്രാധാന്യം, അല്ലേ? ആലയം എന്നത് ഉത്തരപദമാണ്. പൂർവപദത്തോടൊപ്പം ആകുന്ന എന്ന ശബ്ദം ചേർന്നിരിക്കുന്നു. ഉത്തരപദത്തിന് പ്രാധാന്യം, അല്ലേ? ഒന്നുകൂടെ പറയാം, ആലയം എന്നത് ഉത്തരപദമാണ്. ഉത്തരപദ പ്രാധാന്യം എന്നപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, തൽപുരുഷനാണ്. ആകുന്ന എന്ന ശബ്ദം ചേർന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അത് ഏത് തൽപുരുഷനാണ്? രൂപക തൽപുരുഷനാണ്. അത് രൂപക തൽപുരുഷനാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഉജ്ജ്വല മഞ്ചപൂവ്, ഉജ്ജ്വലമായ മഞ്ചപൂവ്, ഉജ്ജ്വല മഞ്ചപൂവ്, ഉജ്ജ്വലമായ മഞ്ചപൂവ്. മഞ്ചപൂവിനാണ് പ്രാധാന്യം. ഉജ്ജ്വലമായ, അല്ലേ? മായ പറഞ്ഞേ. ആയാമായ കർമ്മധാരയൻ, ആയാമായ കർമ്മധാരയൻ, ആയാമായ കർമ്മധാരയൻ. ഒന്നും നോക്കരുത്. ആയാമായ കർമ്മധാരയൻ. അടുത്തത് രമണീയമായ വനങ്ങൾ. പറഞ്ഞേ. ആയാമായ കർമ്മധാരയൻ. വനങ്ങൾ, വനത്തിനാണ് പ്രാധാന്യം. വനം ഉത്തരപദമാണ്. ഉത്തരപദ പ്രാധാന്യം വന്നാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, തൽപുരുഷനാണ്. മായ കർമ്മധാരയനാണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ മായ കർമ്മധാരയൻ, മായ കർമ്മധാരയൻ. ഓക്കെ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ കിട്ടണം. മായ കർമ്മധാരയൻ, മായ കർമ്മധാരയൻ. അടുത്തത് വികിരങ്ങളുടെ ശ്രേണിയാണ് വികിരശ്രേണി. ഓക്കെ, വികിരങ്ങളുടെ ശ്രേണിയാണ് വികിരശ്രേണി. വികിരങ്ങളുടെ ശ്രേണി, ശ്രേണിക്കാണ് പ്രാധാന്യം, അല്ലേ? ശ്രേണി കൂട്ടം എന്നർത്ഥം. ശ്രേണി എന്ന വാക്ക് ഉത്തരപദമാണ്. ഉത്തരപദ പ്രാധാന്യം എന്നാൽ നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ പറയും, തൽപുരുഷനാണ്. എന്താണ്? തൽപുരുഷനാണ്. വികിരം എന്നത് പൂർവ്വപദമാണ്. വികിരം എന്നതിനോടൊപ്പം ഉട എന്ന പ്രത്യയം ചേർന്നു, സംബന്ധിക തൽപുരുഷൻ. പൂർവ്വപദം ഉട എന്നാണ്. നിങ്ങൾക്കറിയാം, പൂർവ്വപദം ഉട എന്നാണെങ്കിൽ അതേത് വിഭക്തി? സംബന്ധിക വിഭക്തി. സംബന്ധിക വിഭക്തി വന്നാൽ ഏത് തൽപുരുഷൻ വരും? സംബന്ധിക തൽപുരുഷൻ. സംബന്ധിക തൽപുരുഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉട എന്ന് വന്നാലോ ഇൻ്റെ എന്ന് വന്നാലോ എന്താണ്? ഇൻ്റെ ഉടേ, സംബന്ധിക തൽപുരുഷൻ. ഇൻ്റെ ഉടേ, സംബന്ധിക തൽപുരുഷൻ. തൽപുരുഷൻ അതോടെ ഓർത്ത് വയ്ക്കണം. സംബന്ധിക തൽപുരുഷൻ. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ഒന്ന് സംബന്ധിക തൽപുരുഷനും, രണ്ട് നമ്മളിപ്പോൾ ഉടേ ഇൻ്റെ പഠിച്ചു. അതുപോലെ തന്നെ മായ ആയ കർമ്മധാരൻ എന്ന് പഠിച്ചു. ആകുന്ന, അടിയാകുന്ന മലർ, ആകുന്ന രൂപക തൽപുരുഷനാണ്. അടിമലർ ചോദിക്കേ. അടിമലർ സ്ഥിരം ചോദ്യമാണ് PSCയുടെ. അടിമലർ പറഞ്ഞേ. അടിയാകുന്ന മലർ, അത് കാലല്ല, അത് എന്താണ്? മലര് തന്നെയാണ്. അടിയാകുന്ന മലരാണ്. അടിമലർ ചോദിക്കും. അടിയാകുന്ന മലർ രൂപക തൽപുരുഷനാണ്. അടിയാകുന്ന മലരാണ്. ഓക്കെ, മുഖകമലം എന്താണ്? മുഖമാകുന്ന കമലം, അത് മുഖമല്ല, അതെന്താണ്? മുഖകമലം എന്താണ്? മുഖമാകുന്ന കമലം, അത് മുഖമല്ല, താമരപ്പൂവ് തന്നെയാണ്, അല്ലേ? മുഖകമലം
മുഖമാകുന്ന കമലം. കമലം എന്ന് പറഞ്ഞ എന്താ? കമലം എന്ന് പറഞ്ഞ താമരയാണ്. അപ്പം മുഖകമലം, മുഖമാകുന്ന കമലമാകുന്ന എന്നാണ് വരിക. അടിമലർ, അടിയാകുന്ന മലർ, മുഖകമലം, മുഖമാകുന്ന കമലം. സ്ഥിരം ചോദ്യമാണ്, തെറ്റിക്കരുത്. മുഖമാകുന്ന കമലം, കമലമാകുന്ന മുഖമല്ല, മുഖമാകുന്ന കമലം. ഓക്കെ, അടുത്തത് ദിനരാത്രികൾ. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ദ്വന്ദ്വ സമാസം അഥവാ ദ്വന്ദ്വൻ എന്ന് വിളിക്കും. രണ്ട് അല്ലേ, രണ്ടിനും തുല്യ പ്രാധാന്യം വന്നാൽ വിളിക്കുന്ന പേരാണ് ദ്വന്ദ്വ സമാസം. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും. ആദ്യ പദമായ ദിനത്തിനും രാത്രിക്കും നമ്മൾ പകല് മാത്രം മതി രാത്രി വേണ്ട എന്ന് പറയോ? അല്ലെങ്കിൽ രാത്രി വേണ്ട പകല് മാത്രം മതി എന്ന് പറയോ? പറ്റില്ല, രണ്ടും വേണം. അപ്പോൾ ദിനരാത്രികൾ എന്ന് പറയുമ്പോൾ ദിനവും രാത്രിയും. പൂർവ്വപദവും ഉത്തരപദവും ഏതിലായിരിക്കും? ഏകവചന രൂപത്തിൽ നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. ദിനരാത്രികൾ എന്നായിരിക്കും ചോദ്യം. ബഹുവചന രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങളത് വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിലാണ് ചോദ്യം എങ്കിലും, അതായത് സമസ്ത പദമാണ് നിങ്ങൾക്ക് തന്ന ചോദ്യമെങ്കിൽ നിങ്ങളത് വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഏകവചന രൂപം കൊടുക്കണം. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഏകവചന രൂപം കൊടുക്കണം. ഓക്കെ, ദിനവും രാത്രിയും, അതായത് ഇങ്ങനെ വരും. രാപ്പകൽ, രാവും പകലും. കൈകാലുകൾ, കയ്യും കാലും. അതുപോലെ തന്നെ മാതാപിതാക്കൾ, മാതാവും പിതാവും. ഗുരുശിഷ്യന്മാർ, ഗുരുവും ശിഷ്യനും. ഗജാതുരകങ്ങൾ, സ്ഥിരം ചോദ്യമാണ്. ഗജാതുരകങ്ങൾ, ഗജാതുരകങ്ങൾ. ഗജം എന്നാൽ ആന, തുരകം എന്നാൽ കുതിര. അപ്പൊ ഗജാതുരകങ്ങൾ എങ്ങനെ നിങ്ങൾ പിരിച്ചെഴുതും? ഗജവും തുരകവും, ഗജവും തുരകവും. ഗജം എന്നാൽ ആന, തുരകം എന്നാൽ കുതിര. അപ്പോൾ രണ്ടും നിങ്ങൾ വിഗ്രഹപദമാക്കി എഴുതുമ്പോൾ ഏകവചന രൂപത്തിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗജവും തുരകവുമാണ് ഗജാതുരകങ്ങൾ. അത് ദ്വന്ദ്വ സമാസമാണ്. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം വരുന്നു. ഓഫീസിൽ 4-5 ഫയലുകൾ കിട്ടാനുണ്ട്. ഒരു തവണ വന്ന ചോദ്യമാണ്. 4-5 രണ്ടാകാൻ സാധ്യത തുല്യമാണ് അല്ലേ? 4-5 എന്താ വരിക? 4-5 അല്ലെങ്കിൽ 4-5. ഇപ്പോൾ 4-5 പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമായതുകൊണ്ട് തന്നെ 4-5 എന്തെഴുതാം? 4-5. 5-6 എന്തെഴുതാം? 5-6. 5-6 5-6 എന്ത് വരും? 5-6 രണ്ടിനും തുല്യ പ്രാധാന്യമാണല്ലോ. അപ്പം 5-6 5-6. 7-8 7-8. 7-8 എന്ത് വരും? 7-8. അപ്പോൾ പൂർവ്വപദമായ 7-നും ഉത്തരപദമായ 8-നും തുല്യ പ്രാധാന്യമായതുകൊണ്ട് തന്നെ 7-8 7-8 7-8 7-8. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം. ഓക്കെ, ചരാചരങ്ങൾ, ചരവും അചരവും. ആചാര അനുഷ്ഠാനങ്ങൾ, ആചാരവും അനുഷ്ഠാനവും ഒക്കെ അത് ഓർത്തു വയ്ക്കണേ. അടുത്ത അനകസ്ഥാനം പറഞ്ഞേ. ആയാമായ കർമ്മധാരയൻ, ആയാമായ കർമ്മധാരയൻ. അതിലിപ്പോൾ ഒന്നും ഓർക്കാനില്ല. ആയാതായ കർമ്മധാരയൻ, കർമ്മധാരയ സമാസമാണ്. ആയാമായ കർമ്മധാരയൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആയാമായ കർമ്മധാരയൻ. അപ്പോൾ ഇവിടെ സ്ഥാനത്തിനാണ് പ്രാധാന്യം. നോക്കിക്കേ, അനകമായ സ്ഥാനം അല്ലേ? ഇവിടെ നോക്കിക്കേ, സ്ഥാനത്തിനാണ് പ്രാധാന്യം. സ്ഥാനം ഉത്തരപദമാണ്. ഉത്തരപദമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ പറയും. തൽപുരുഷൻ, ഉത്തരപദ പ്രാധാന്യം തൽപുരുഷൻ. ഏത് തൽപുരുഷൻ? മായ എന്ന ശബ്ദം ചേർന്നു നമ്മൾ വീണ്ടും പാട്ടുപാടി. ആയാമായ കർമ്മധാരയൻ, ആയാമായ കർമ്മധാരയൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത്. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പൂ. പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നതു നാണയത്തുട്ടുകളാണു പോലും. പറഞ്ഞേ. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പൂ. പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നതു നാണയത്തുട്ടുകളാണു പോലും. കേരളത്തിന്റെ ഒഫ്യൂസ് എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴയുടെ വരികളാണിത്. ചങ്ങമ്പുഴ തൻ്റെ ആത്മമിത്രമായ ഇടപ്പള്ളി രാഘവൻ പിള്ള അല്ലെ, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കടം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയതാണെന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം? രമണൻ എന്ന കൃതി പറയാം. വിഷാദത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന ഇടപ്പള്ളി ചങ്ങമ്പുഴയുടെ ഏറ്റവും അടുത്ത മിത്രമായിരുന്നു അല്ലേ? വിഷാദം കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്ത ഒരു മലയാള കവി കൂടെയാണ് ഇടപ്പള്ളി. കൂട്ടുകാരൻ്റെ പേരുള്ള സ്ഥലത്ത് തന്നെയാണ് ചങ്ങമ്പുഴയുടെ അന്ത്യവിശ്രമ സ്ഥലം അഥവാ സ്മാരകം എന്ന് ഓർക്കണം. ഓക്കെ, ഇടപ്പള്ളി എന്ന സ്ഥലത്താണ് ചങ്ങമ്പുഴയുടെ സ്മാരകം. ചങ്ങമ്പുഴ സ്മാരകം എവിടെയാണെന്ന് ചോദിക്കും. ഇടപ്പള്ളിയിലാണ്. വിഷാദത്തിൻ്റെ കവി ആരാണ് ചോദിക്കും. വിഷാദത്തിൻ്റെ കവി ഇടപ്പള്ളിയാണ്. വിഷാദത്തിൻ്റെ കഥാകാരി ചോദിക്കും. വിഷാദത്തിൻ്റെ കഥാകാരി ടി.എ. രാജലക്ഷ്മിയാണ്. വിഷാദത്തിൻ്റെ കവയിത്രി
കവി എന്നതിൻ്റെ എതിർലിംഗം ഞാൻ പഠിക്കാൻ പറഞ്ഞു. കവ യാ വള്ളിത്രി. കവയിത്രി എന്നറിയപ്പെടുന്ന ആരാണ് വിഷാദത്തിന്റെ കവയിത്രി? അത് സുഗതകുമാരി ടീച്ചറാണ്. വാത്സല്യത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. വാത്സല്യത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. അല്ലേ? സരസ്വതി സമ്മാൻ നേടിയ ആദ്യ വനിത കൂടെയാണ് മലയാള വനിത. സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാള വനിത കൂടെയാണ് ബാലാമണി അമ്മ. ഓക്കെ, ബാലാമണി അമ്മയ്ക്ക് ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് എന്നുകൂടെ കമൻറ്റ് ബോക്സിലിടുക. ബാലാമണി അമ്മയ്ക്ക് ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചതെന്നുകൂടെ എഴുതുക. ഓക്കെ, അപ്പോൾ വിഷാദത്തിന്റെ കവി ഇടപ്പള്ളി, വിഷാദത്തിന്റെ കഥാകാരി ആരാണ്? ടി എ രാജലക്ഷ്മി. വിഷാദത്തിന്റെ കവയിത്രി ആരാണ്? കവയിത്രി സുഗതകുമാരി ടീച്ചർ. അപ്പോൾ വിഷാദത്തിന്റെ കവി എന്നറിയപ്പെടുന്ന ഇടപ്പള്ളിയുടെ വേദന ഉൾക്കൊണ്ട് ചങ്ങമ്പുഴ എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്ന രമണനില്ലേ കഥാപാത്രങ്ങളാണ് രമണനും ചന്ദ്രികയും ഭാനുമതിയും മദനനും. പരീക്ഷയ്ക്ക് കഴിഞ്ഞ LP UP പരീക്ഷകളിൽ UP സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കവിവാക്യങ്ങൾ. അല്ലേ? വരികൾ തരും, ആരുടേതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആര് പറഞ്ഞതാണെന്ന് ചോദിക്കും. ഇവിടെ രമണൻ എന്ന കൃതിയിൽ ആരാണ് പറയുന്നത്? ചന്ദ്രികയാണ് പറയുന്നത്. രമണൻ, ചന്ദ്രിക, ഭാനുമതി. നോക്കണേ, രമണൻ, ചന്ദ്രിക, ഭാനുമതി. രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ, ഇതെല്ലാം ഇതിലെ കഥാപാത്രങ്ങളാണ്. രമണൻ എന്ന കൃതി എഴുതിയത് ചങ്ങമ്പുഴയാണ്. കഥാപാത്രങ്ങൾ രമണൻ, മദനൻ, ചന്ദ്രിക, ഭാനുമതി. ഇത് ആരാണ് പറയുന്നത്? ചന്ദ്രികയാണ് പറയുന്നത്. ആരാ പറയിപ്പിക്കുന്നത്? ചങ്ങമ്പുഴയാണ് പറയിപ്പിക്കുന്നത്. അല്ലേ? ചന്ദ്രികയിലൂടെ നമ്മുടെ ലോകം മുഴുവൻ പാടി നടന്ന വരികളായിരുന്നു. നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്ത് നിൽപ്പു, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകളാണ് പോലും. ചന്ദ്രിക എന്ന കഥാപാത്രത്തിന്റെ വരികൾ കൃതി രമണൻ, എഴുതിയത് ചങ്ങമ്പുഴ. ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴ സ്മാരകം. കേരള ഒഫ്യൂസ് എന്നാണ് ചങ്ങമ്പുഴ അറിയപ്പെടുന്നത്. ഓക്കെ, ചങ്ങമ്പുഴയുടെ ജീവചരിത്രം എഴുതിയത് പ്രൊഫസർ MK സാനുവാണ്. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അതിലൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഭാജനം എന്നാൽ പാത്രം എന്നാണ് അർത്ഥം. ഭോജനം എന്നാൽ ഭക്ഷണം എന്നാണ് അർത്ഥം. ഭാജനം പാത്രമാണെങ്കിൽ ഭോജനം ഭക്ഷണമാണ്. പ്രൊഫസർ MK സാനു എഴുതിയ ജീവചരിത്രം ചോദിക്കും. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ഓക്കെ, തുടിക്കുന്ന താളുകൾ ആരുടേതാണെന്ന് ചോദിക്കും. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടേതാണ്. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടേതാണ്. വാഴക്കുല എന്ന കൃതി എഴുതിയത് ചങ്ങമ്പുഴയാണ്. വാഴക്കുല ചങ്ങമ്പുഴയുടേതാണ്. സ്നേഹപൂർണമായി എന്നെ നോക്കി വീർപ്പിടും ജന്മഗേഹമേ, പൊങ്ങുന്നില്ല യാത്ര ചോദിപ്പാൻ ശബ്ദം. ഇന്നു നിൻ സൗന്ദര്യത്തെ പൂർണ്ണമായി ഞാൻ കാണുന്നതിതു നിൻ പ്രേമമൂലമെൻ മനം തകരുന്നു. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളക്കര മുഴുവൻ ഒരു കാലത്ത് പാടി നടന്നൊരു കവിതാ ശകലം കൂടെയാണ്. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. പ്രേമത്തിൻ തിളക്കം കണ്ടത് ചെന്നെടുക്കായിവിൻ, ഭീമമാം ഗഡ്ഗത്തേക്കാൾ മൂർച്ചയേറിയതത്ര. ഗഡ്ഗം എന്ന് പറഞ്ഞ വാളെന്നാണ്. ഉദ്രസം നിഴലുകൾ അന്യോന്യം പുൽകി നിദ്രകൊള്ളും പച്ചപ്പട്ടാർന്ന നിൻ തോട്ടത്തിൽ, താവു മത്സുക്യത്തോടെ നാളെയും പുലരിയിൽ പൂവുകൾ ജലാർദ്രമം കൺതുറന്നയ്യോ. ഓക്കെ, അപ്പോൾ ഇതാരുടെ വരികളാണെന്ന് ചോദിക്കും. എൻ്റെ വേളി എന്നാണ് കവിതയുടെ പേര്. ഓക്കെ, മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്ന G ശങ്കരക്കുറുപ്പ്, പ്രകൃതി ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന G ശങ്കരക്കുറുപ്പ്, ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത G ശങ്കരക്കുറുപ്പ് 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയതൊരു മലയാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു G ശങ്കരക്കുറുപ്പ്. 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയതൊരു മലയാള കവിയായിരുന്നു. ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു. ആ കൃതി പിന്നീട് ഓടക്കുഴൽ എന്ന പുരസ്കാരത്തിലൂടെ നമ്മൾ ഓർക്കപ്പെട്ടു. അല്ലേ? ചങ്ങമ്പുഴ എന്ന വ്യക്തി ഒരു കാലത്ത് കേരളക്കര മുഴുവൻ പാടി നടന്നത് പ്രണയത്തെയും വിരഹത്തെയും കുറിച്ചായിരുന്നപ്പോൾ മരണത്തെ ബിംബമാക്കിക്കൊണ്ട് G ശങ്കരക്കുറുപ്പ് എഴുതിയതായിരുന്നു എൻ്റെ വേളി. ആരെയാണ് വിവാഹം കഴിക്കുന്നത്? മരണത്തെ ഇങ്ങനെ വിവാഹം വരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വേളി എന്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തിൻ്റെ പ്രതിബിംബമാണ്, എന്തിൻ്റെ ബിംബാത്മക രൂപമാണെന്ന് ചോദിച്ചാൽ അത് മരണത്തിൻ്റെതാണ്. എൻ്റെ വേളി എന്ന് പറയുമ്പോൾ മരണത്തെയാണ്. അങ്ങനെ മരണത്തെ വേളിയെ കണ്ടുകൊണ്ടാണ് G ശങ്കരക്കുറുപ്പ് എഴുതുന്നത്. അപ്പോൾ G ശങ്കരക്കുറുപ്പിൻ്റെ കൃതിയാണ് എൻ്റെ വേളി. വിരഹത്തിലല്ലാതെ ലാവണ്യ സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല.
മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ മാലി ആരാണ്? മാലി വി മാധവൻ നായരാണ്. മാലി വി മാധവൻ നായരാണ്. എം വാസുദേവൻ നായർ അറിയപ്പെടുന്ന പേര് സിനിക് എന്നാണ്. സിനിക്, കേരള സിനിക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നും കേരള ഹെമിംഗ് വേ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കേരള സിനിക് എം വാസുദേവൻ നായരാണ്. ഓക്കെ, എം ടി വാസുദേവൻ നായർ എന്താ? കേരള ഹെമിംഗ് വേ പോലെ എഴുതാൻ ശ്രമിച്ചതുകൊണ്ട് ഹെമിംഗ് വേ ഒരു മുഖവുര ആരെഴുതിയതാണ് ചോദിച്ചിട്ടുണ്ട്. ഒരു പഠന ഗ്രന്ഥമാണ് ഹെമിംഗ് വേ ഒരു മുഖവുര. എം ടി എഴുതിയതാണ് പഠന ഗ്രന്ഥം. എം ടി എഴുതിയ പഠന ഗ്രന്ഥമാണ് ഹെമിംഗ് വേ. പറഞ്ഞേ, ഹെമിംഗ് വേ ഒരു മുഖവുര. ഒരു മുൻവർഷ ചോദ്യമാണ്, മുൻപ് PSC ചോദിച്ചതാണ്. ഹെമിംഗ് വേ ഒരു മുഖവുര. ഹെമിംഗ് വേ ഒരു മുഖവുര ആരുടെ കൃതിയാണ്? ഹെമിംഗ് വേ ഒരു മുഖവുര ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു. അത് ആരുടെ കൃതിയാണ്? വേറെ ആരുടെ ഇതുമല്ല, എം ടി വാസുദേവൻ നായരുടെ കൃതിയാണ്. എം ടി വാസുദേവൻ നായരുടെ കൃതിയാണ് ഹെമിംഗ് വേ ഒരു മുഖവുര. അതൊരു പഠന ഗ്രന്ഥമാണ്, മുൻവർഷ ചോദ്യമാണ്, ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു. ഹെമിംഗ് വേ ഒരു മുഖവുര ആരുടേതാണ്? എം ടി വാസുദേവൻ നായർ. എം വാസുദേവൻ നായർ ആരാ? അത് സിനിക്കാണ്. എം ടി ആരാ? അത് ഹെമിംഗ് വേ ആണ്. എം ടി ആരാണ്? അത് ഹെമിംഗ് വേ ആണ്. ഓക്കെ, എം ആണെങ്കിൽ സിനിക്ക്, എം ടി ആണെങ്കിൽ ഹെമിംഗ് വേ. നീളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് എം ടി. മാലി വി മാധവൻ നായർ. മാലി എന്നറിയപ്പെടുന്നത് വി മാധവൻ നായരാണ്. മാലി എന്നറിയപ്പെടുന്നത് മാലി മാധവൻ നായർ എന്ന് ഓർത്തു വയ്ക്കുക. മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ. വി മാധവൻ നായർ. കോവിലൻ ആരാണെന്ന് ചോദിക്കും. കോവിലൻ വി അയ്യപ്പൻ. ഒന്നുകൂടെ പറയാം, മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി അത് വി മാധവൻ നായർ. മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി വി മാധവൻ നായർ. കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി അയ്യപ്പൻ. വി മാധവൻ നായർ മാലിയാണെങ്കിൽ കോവിലൻ വി അയ്യപ്പനാണ്. അത് ഓർക്കാൻ എളുപ്പമാണ്. വി അയ്യപ്പൻ. കോവിലൻ എന്നല്ലേ, നിങ്ങൾ ആ കോവിലൻ എഴുതുമ്പോൾ തന്നെ ആ വി ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് എന്ത് കിട്ടും? വി കിട്ടും. കോവിലിനകത്താരാണ്? അയ്യപ്പനാണ്. അപ്പോൾ കോവിലൻ വി അയ്യപ്പനാണ്. ഷെല്ലിദാസൻ ആരുടെ തൂലിക നാമമാണ്? ഷെല്ലിദാസൻ ആരുടെയാണ്? സുബ്രഹ്മണ്യ ഭാരതി. OV വിജയൻ പാലക്കാടിൻ്റെ കഥാകാരൻ. സുബ്രഹ്മണ്യ ഭാരതി, ഷെല്ലിദാസൻ. കുമാരനാശാൻ. ഈ OV വിജയൻ പാലക്കാടിൻ്റെ കഥാകാരൻ എന്നത് തൂലികാനാമമല്ല, അപരനാമമാണ്. എന്താണ് തൂലികാനാമവും അപരനാമമുള്ള വ്യത്യാസം? ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് വിമൽ കുമാർ. കുഞ്ഞിക്കുനൻ സിനിമയിൽ പറയുന്നുണ്ടല്ലേ. കവികൾ ഒരു കാലത്ത് ഭരണകൂടത്തിനെതിരെയോ രാജാവിനെതിരെയോ ഒക്കെ എഴുതിയാൽ, അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ സർക്കാരിനെതിരെ എഴുതിയാൽ ജയിലിൽ അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ തല തന്നെ വെട്ടിമാറ്റപ്പെടുകയും ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ അവർക്ക് എഴുതാതിരിക്കാനും വയ്യ. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് അവരെ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത് അവരുടെ പേനയ്ക്കൊരു പേര് കൊടുത്തു. അവരുടെ പേരല്ലാതെ അവർ പേനയ്ക്ക് കൊടുത്ത പേരാണ്, തൂലികയ്ക്ക് കൊടുത്ത പേരാണ്. പേനയ്ക്ക് കൊടുത്ത പേര് പെൻനെയിം അല്ലേ, തൂലിക നാമം. അവരുടെ കൃതികൾ കൊണ്ടോ, കൃതികളുടെ ആ ശൈലികളുടെ പ്രത്യേകത കൊണ്ടോ നമ്മളാൽ വിളിക്കപ്പെട്ട, അപരനാൽ വിളിക്കപ്പെട്ട പേരാണ് അപരനാമം. രണ്ടും വേറെയാണ്. അത് വേ ഇത് റേ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ കുമാരനാശാൻ സ്നേഹഗായകനാണ്. അത് മറ്റൊരാൾ വിളിച്ച പേരാണ് അല്ലേ, അപരനാമം. സ്നേഹഗായകൻ എന്നും ആശാൻ ആശയ ഗംഭീരൻ എന്നുമെല്ലാം അറിയപ്പെടുന്നു. കാൽപ്പനിക പ്രസ്ഥാനം, അതായത് നവോത്ഥാന കാലത്തെ വളരെ ശ്രദ്ധേയരായ കവികളിൽ ഒരാളാണ് കുമാരനാശൻ എന്നോട് ഓർത്തു വയ്ക്കുക. കക്കാട് ആരാണ്? അതെന്ത് കക്കാടാ? അത് NN കക്കാടാണ്. NN കക്കാട് കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. NN കക്കാട് കേരള ഏലിയറ്റാണ് NN കക്കാട്. താഴെ കൊടുത്തതിൽ തെറ്റായ ജോഡി കാലൂർ നീലകണ്ഠപിള്ള, അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലേ, ആനന്ദ P സച്ചിദാനന്ദൻ. കാക്കനാടൻ ആരാണ്? കാക്കനാടൻ ജോർജ് ഓണക്കൂർ. ഇതിൽ തെറ്റായത് ഏതാ? കാക്കനാടനാണ്. കാരണം ഇതിൽ ഓപ്ഷൻ ജോർജ് ഓണക്കൂറ. കാക്കനാടൻ ആരാ? ജോർജ് വർഗീസ. കാക്കനാടൻ ജോർജ് വർഗീസാണ്. ബാക്കിയെല്ലാം ശരിയാണ്. കാക്കനാടൻ ജോർജ് വർഗീസാണ്. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ചോദിച്ചു ഒരു തവണ കേട്ടോ. അപ്പോൾ കാക്കനാടൻ ജോർജ് വർഗീസാണ്. എൻ്റെ ചോദ്യം ഇതായിരുന്നു, ജോർജ് വർഗീസിൻ്റെ ആത്മകഥ അല്ലേ, ഹൃദയരാഗങ്ങൾ. പരീക്ഷയിൽ ചോദിച്ചതാണ്. ജോർജ് വർഗീസിൻ്റെ ആത്മകഥ മറക്കരുത്. ജോർജ് വർഗീസിൻ്റെ ആത്മകഥ ഏതാണ്? ഹൃദയരാഗങ്ങൾ. നിർബന്ധമായിട്ടും പഠിക്കണം. ജോർജ് വർഗീസിൻ്റെ ആത്മകഥ ഹൃദയരാഗങ്ങൾ. ജോർജ് വർഗീസിൻ്റെ ആത്മകഥ ഹൃദയരാഗങ്ങൾ. അതുപോലെ 2-3 ആത്മകഥയോട് ഓർത്തു വയ്ക്കണം. ജീവിതം ഒരു പെൻഡുലം ആരുടേതാണ്? ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ പുരസ്കാര ജേതാവാണ്. ആര്? ശ്രീകുമാരൻ തമ്പി. ഏത് കൃതിയാണ്? ജീവിതം ഒരു പെൻഡുലം. ഏത് വിഭാഗമാണ്? ആത്മകഥാ വിഭാഗം. ഏത് വിഭാഗമാണ്? ആത്മകഥാ വിഭാഗം. ജീവിതം ഒരു പെൻഡുലം 2023 പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. ആത്മകഥാ വിഭാഗമാണ് ജീവിതം ഒരു പെൻഡുലം. ഹൃദയരാഗങ്ങൾ ജോർജ് ഓണക്കൂർ. ഹൃദയരാഗങ്ങൾ
ജോർജ് ഓണക്കൂർ. ജീവിതം ഒരു പെൻഡുലം, ശ്രീ കുമാരൻ തമ്പി. ഹൃദയരാഗങ്ങൾ ഇത്രയും റിപ്പീറ്റായി പറയാൻ കാരണം അത്രയും തവണ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹൃദയരാഗങ്ങൾ. ഓണക്കൂർ. അപ്പോൾ നമ്മൾ ഓണത്തിനാണ് രാഗങ്ങളൊക്കെ പാടുക അല്ലേ. ഓണം എല്ലാവരുടെയും ഹൃദയത്തിൽ നിൽക്കും അല്ലേ. ഇപ്പോൾ ഓണത്തിനാണ് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ നമ്മളിങ്ങനെ പാടുന്ന ഓർത്താൽ മതി. നിലാവ് കുടിക്കുന്ന സിംഹം ആരുടെയാ? നിലാവ് കുടിക്കുന്ന സിംഹം ആരുടെയാണ് പറഞ്ഞേ? സോമനാഥ്. എന്ത് സോമനാഥ്? എസ് സോമനാഥ്. കിളിക്കാലം ആരുടെയാണ്? കിളിക്കാലം പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. അതോട് ഓർത്ത് വയ്ക്കുക. കൊടുപ്പുന്ന. അപ്പോൾ മലയാളത്തിലെ എഴുത്തുകാരെയും തൂലിക നാമങ്ങളെയും പട്ടിക ചുവടെ, അതായത് മലയാളത്തിലെ എഴുത്തുകാരുടെയും തൂലിക നാമങ്ങളുടെയും പട്ടിക ചുവടെ നൽകുന്ന ശരിയായ ജോഡികളേവ? നിങ്ങൾക്കറിയാം. കൊടുപ്പുന്ന ഗോവിന്ദ കണകനാണ്. നന്ദിനാർ പി സി ഗോപാലനാണ്. കാക്കനാടൻ ജോർജ് വർഗീസാണ്. തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായരാണ്. അപ്പോൾ 1, 2, 3, 4 ശരി. പമ്മൻ പമ്മൻ ആരാ? ആർ പി പരമേശ്വര മേനോനാണ്. പമ്മൻ വളരെ പ്രധാനപ്പെട്ട പമ്മൻ ആർ പി പരമേശ്വര മേനോൻ. ആനന്ദ് പി സച്ചിദാനന്ദൻ. ആശാ മേനോൻ കെ ശ്രീകുമാറാണ്. ചെറുകാട് ഗോവിന്ദ പിഷാരടെയാണ്. ഓക്കെ. പമ്മൻ പി ആർ പരമേശ്വര മേനോൻ, ആനന്ദ് പി സച്ചിദാനന്ദൻ, ആശാ മേനോൻ കെ ശ്രീകുമാർ, ചെറുകാട് ഗോവിന്ദ പിഷാരടി. ഓക്കെ. വിലാസിനി ആരാ? വിലാസിനി എം കെ മേനോൻ. മൂർക്കോത്ത് കൃഷ്ണൻകുട്ടി മേനോനാണ് വിലാസിനി. എം കെ മേനോനാണ് വിലാസിനി. എം ടി ആരാ? എം ടി മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. എം ടി മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഒ എൻ വി ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഒ എൻ വി ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. പ്രഭ എന്ന തൂലിക നാമത്തിൽ എഴുതിയ വ്യക്തി ആരാണ് ചോദിക്കും. ബഷീർ ആണ്. ബാലമുരളി എന്ന പേരിൽ എഴുതിയതാരാണ്? അത് നമ്മുടെ ഒ എൻ വി ആണ്. ഒ എൻ വി. ഒ എൻ വി കലേശൻ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ചോദിക്കും. കലേശൻ എന്ന പേരിൽ ഒ എൻ വി ഒറ്റ പേര് എഴുതിയിട്ടുള്ളൂ, ഒറ്റ ലേഖനം എഴുതിയിട്ടുള്ളൂ. കലേശൻ. ഓക്കെ. അടിയന്തരാവസ്ഥ കാലത്ത്, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നിരോധിച്ച കാലത്ത് കലയും കശാപ്പും എന്ന പേരിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതാൻ വേണ്ടി മാത്രം അദ്ദേഹം തിരഞ്ഞെടുത്ത പേരാണ് കലേശൻ. കലയും കശാപ്പും എന്ന ലേഖനം എഴുതിയ വ്യക്തിയാണ് കലേശൻ. കലേശൻ എന്ന തൂലികനാമം ആരുടേതായിരുന്നു? ഒ എൻ വിയുടേതായിരുന്നു. ഒ എൻ വി അത്രയും നാളും എഴുതിയത് ബാലമുരളി എന്ന പേരിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾക്കെങ്കിലും ആരാണ് ബാലമുരളി എന്നറിയാം അല്ലേ. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടാൽ ബാലമുരളി ഒ എൻ വി ആണെന്ന് അറിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തൂലികനാമം തിരഞ്ഞെടുത്തു. അതായിരുന്നു ഏത്? കലേശൻ. കലേശൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ഒ എൻ വി കുറുപ്പ്. കലയും കശാപ്പും എന്ന ലേഖനമാണ് അന്ന് അദ്ദേഹം എഴുതിയത്. ഓക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നിരോധിച്ച സമയത്ത് എഴുതിയതാണെന്ന് ഓർത്താൽ മതി. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഞാൻ പറഞ്ഞില്ലേ, ചോദിക്കും. എൻ്റെ കഥ ആരാ? മാധവിക്കുട്ടി. എൻ്റെ കഥ മാധവിക്കുട്ടി. കർമ്മഗതി പ്രൊഫസർ എം കെ സാനു. എം കെ സാനു മാസ്റ്ററുടേതാണ് കർമ്മഗതി. കർമ്മ വിഭാഗമാരുടേതാണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും അല്ലേ. അതിൻ്റെ 2ാം ഭാഗമാണ് കർമ്മ വിഭാഗം. അതോട് ഓർത്ത് വയ്ക്കണം. ഹൃദയരാഗങ്ങൾ ജോർജ് ഓണക്കൂർ. ഓർമ്മകളുടെ ലോകത്തിൽ ചോദിക്കും. പി കേശവദേവ്. എതിർപ്പ് ആരുടേതാണ്? പി കേശവദേവ്. എതിർപ്പ് പി കേശവദേവ്. ഓർമ്മകളുടെ ലോകത്തിൽ അതും പി കേശവദേവ്. പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ പി കേശവദേവ് എഴുതിയ കൃതിയാണ് ഉലക്ക. പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ പി കേശവദേവ് എഴുതിയതാണ് ഉലക്ക. തകഴി എഴുതിയതാണ് തലയോട് അല്ലേ. പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ തകഴി എഴുതിയത് തലയോട്, പി കേശവദേവ് എഴുതിയത് ഉലക്ക. ഓക്കെ. അപ്പോൾ അടുത്തൊരു ചോദ്യം, എതിർ ആരുടെ ആത്മകഥയാണ്? എതിര് നിർബന്ധമായിട്ടും പഠിക്കണം. വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. കറണ്ട് അഫെയർ ആണ്. ഒരാൾ ഈ പുരസ്കാരം വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ആ പുരസ്കാരം വേണ്ടെന്ന് പറയുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തു. ഈ അടുത്താണ് അദ്ദേഹം മരിച്ചത്. എതിര് എം കുഞ്ഞാമൻ. എതിര് ആരുടെ ആത്മകഥയാണ്? എതിര് എം കുഞ്ഞാമൻ. എം കുഞ്ഞാമൻ്റെ ആത്മകഥയാണ് എതിര്. ഓക്കെ. എം കുഞ്ഞാമൻ. എം കുഞ്ഞാമൻ. എതിര്. എതിർപ്പ് പി കേശവദേവ. ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ. താഴെ നൽകിയിരിക്കുന്നതിൽ മധ്യമ പുരുഷൻ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് അല്ലേ. മധ്യമ പുരുഷൻ അല്ലേ. ആരോടാണോ പറയുന്നത്, ആരാണോ കേൾക്കുന്നത്, അതാണ് മധ്യമ പുരുഷൻ. നിന്റെ, എൻ്റെ. ആരാണോ പറയുന്നത് അവർ ഉത്തമന്മാരായിരിക്കും. എൻ്റെ ഉത്തമൻ, നിന്റെ മധ്യമൻ, അദ്ദേഹം. ആരെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അദ്ദേഹം, അവൻ, അവൾ, അവർ, അത്. ആരെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. കേൾക്കുന്ന ആളും പറയുന്ന ആളും അല്ലേ. അത് മൂന്നാമനെ കുറിക്കുന്നത്. ഇതൊക്കെ ആരാണ്? അദ്ദേഹമാണ്. അതാരാ? പ്രഥമ പുരുഷൻ. മൂന്നാമനാണ് പ്രഥമ പുരുഷൻ. പറയുന്ന ആള്. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഉത്തമന്മാരായിരിക്കും അല്ലേ. നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഉത്തമന്മാരായിരിക്കും. പറയുന്ന ആളാണ് ഉത്തമ പുരുഷ സർവനാമം. വക്താവ് എന്ന് പറഞ്ഞാലും പറയുന്ന ആൾ എന്നാണ്. അപ്പോൾ വക്താവിനെ കുറിക്കുന്ന നാമം എഴുതുന്ന ഒരു മുൻവർഷ ചോദ്യമാണ്. വക്താവ് പറയുന്ന ആളാണ് വക്താവ്. വക്താവിനെ കുറിക്കുന്നത് ഉത്തമൻ. പറയുന്ന ആളെ കുറിക്കുന്നത് ഉത്തമൻ. ഞാൻ, എൻ്റെ, എനിക്ക്, എന്നെ എല്ലാം ഉത്തമ പുരുഷ സർവനാമമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത് ആരോടാണോ പറയുന്നത്, ആരാണോ കേൾക്കുന്നത്, അത് ഒറ്റപദം ചോദിക്കും. ശ്രോതാവ്. ശ്രോതാവിനെ കുറിക്കുന്നത് എന്താണ്? ശ്രോതാവിനെ കുറിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏതാ? മധ്യമ പുരുഷ സർവനാമം. ആരോടാണോ പറയുന്നത്, ആരാണോ കേൾക്കുന്നത്, അതാണ് മധ്യമ പുരുഷ സർവനാമം. ഈ ശ്രോതാവ് എന്നതിന് എതിർലിംഗം
മുൻവർഷ ചോദ്യമാണേ. ശ്രോത്രി എന്നാണ്, ശ്രോത്രി. നിങ്ങൾക്ക് ഉത്തരം അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഉത്തരം എഴുതിയേ പറ്റൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ചോദ്യം താവാണെങ്കിൽ നിർബന്ധമായിട്ടും ഗസ് അടിച്ച് എഴുതാൻ നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ എഴുതരുത്, പക്ഷെ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ താവ് മാറ്റി ത്രീ ആക്കുക. ശ്രോതാവ് ശ്രോത്രി, കർത്താവ് കർത്തൃ, അല്ലേ? അതുപോലെ തന്നെ അഭിനേതാവ് അഭിനേത്രി, കമിതാവ് കമിത്രി, ഉദ്യതാവ് ഉദ്യത്രി, അധിഷ്ഠാവ് അധിഷ്ഠാത്രി. പക്ഷേ ഭർത്താവ് ഭർത്തൃ എന്ന് എഴുതരുത്, മാതാവ് മാതൃ എന്ന് എഴുതരുത്. ഓക്കെ, ജാമാതാവ് ജാമാത്രി എന്ന് എഴുതരുത്. ആ മൂന്നെണ്ണം എക്സെപ്ഷൻ ആണ്. ജാമാതാവ് എന്നതിന് എതിർലിംഗം സ്നുഷയാണ്. ജാമാതാവ് മകളുടെ ഭർത്താവ് അഥവാ മരുമകൻ, സ്നുഷ മകന്റെ ഭാര്യ അഥവാ മരുമകൾ. ഭർത്താവ് എന്നതിന് എതിർലിംഗം ഭാര്യ എന്നതാണ്. മാതാവ് എന്നതിന് എതിർലിംഗം പിതാവ് എന്നതാണ്. ആ മൂന്നെണ്ണം ഒഴിച്ച് എവിടെയൊക്കെ താവ് വരുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, താവ് മാറ്റി ത്രീ ആക്കി കൊടുക്കുക. ശ്രോതാവിനെ കുറിക്കുന്നതാണ് എന്ത്? ശ്രോതാവ്, നടുവിലുള്ള ആള്, മധ്യമപുരുഷ സർവ്വനാമം. പറയുന്ന ആളും കേൾക്കുന്ന ആളും അല്ലാതെ, അല്ലെങ്കിൽ വക്താവും ശ്രോതാവും അല്ലാതെ മൂന്നാമതൊരാൾ ആരെ കുറിച്ചാണ് പറയുന്നത്, അവരെ കുറിക്കുന്ന പദമാണ് പ്രഥമ പുരുഷ സർവ്വനാമം. ഓക്കെ, നോക്കുക, പറയുന്ന ആളും കേൾക്കുന്ന ആളും അല്ലാതെ മൂന്നാമതൊരാൾ. ഞാൻ ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണ്. ഈ ക്ലാസ് കേൾക്കുന്നതിൽ ഐശ്വര്യ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ ഐശ്വര്യയാണ് ഈ ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഉത്തമ പുരുഷനാണ്, കാരണം ഞാനാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ആരോടാണ്? ഐശ്വര്യയോടാണ്, അല്ലേ? ക്ലാസ് കാണുന്ന ഐശ്വര്യ അവിടെ ആരാണ്? ഐശ്വര്യ മധ്യമ പുരുഷനാണ്. ഞാൻ ഐശ്വര്യയോട് ഗാന്ധിജിയെ കുറിച്ചാണ് പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഗാന്ധിജി. ഗാന്ധിജി ആരാണ്? പ്രഥമ പുരുഷ സർവ്വനാമമാണ്. ഗാന്ധിജി ആരാണ്? പ്രഥമ പുരുഷ സർവ്വനാമമാണ്. അപ്പോൾ ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം, അല്ലേ, അവർകൾ, അല്ലേ? അതുപോലെ നമുക്ക് അറിയുന്ന ഒരാളെങ്കിൽ അവൻ, അവൾ, അവർ, അത്, അതെല്ലാം എന്തിൽ വരും? പ്രഥമ പുരുഷ നാമം. കേൾക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മധ്യമ പുരുഷൻ, ഓക്കെ, പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉത്തമ പുരുഷൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? മധ്യമ പുരുഷൻ്റെ ഉദാഹരണം മധ്യമൻ, നിന്റെ എന്നുള്ളതാണ്. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം, എല്ലാ മാസവും തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. എല്ലാ മാസവും എന്താ മതി? മാസം തോറും എന്ന് മതി. എല്ലാ മാസവും അല്ലെങ്കിൽ മാസം തോറും ഏതെങ്കിലും ഒന്ന് മതി. എല്ലാ മാസവും, എല്ലാ തോറും ഒരുമിച്ച് വേണ്ട. വളരെ പ്രധാനമായിട്ട് ചോദ്യം. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം, കണ്ണുനീർ പറഞ്ഞേ. ലോപം എന്നാൽ എൻ്റെ പിള്ളേരെ പിശുക്ക് എന്നാണ്. ലോപം എന്നാൽ പിശുക്ക് എന്നാണ്. ലോചനം എന്നാൽ കണ്ണ് എന്നാണ്. കണ്ണ് അഥവാ അക്ഷി. ഓക്കെ, ചക്ഷുസ് എന്നാലും കണ്ണാണ്, അതോട് ഓർത്ത് വയ്ക്കണം. ചക്ഷുസ് എന്താ? കണ്ണ് എന്നർത്ഥം വരുന്ന ചക്ഷുസ് കണ്ണാണ്. ലോചമാണ് കണ്ണുനീര്. ലോചം എന്താ? കണ്ണുനീർ എന്ന പദം ലോചം എന്നർത്ഥം വരുന്നു. അങ്ങനെ ഞാനൊരു ചോദ്യം കൂടെ തരാം. കണ്ണീർ എന്ന പദം നിങ്ങൾ എങ്ങനെ പിരിച്ചെഴുതും? കണ്ണീർ ആദേശസന്ധിയാണ്, അല്ലേ? കൺ പ്ലസ് നീർ ആണ് കണ്ണീർ. കൺ പ്ലസ് നീർ കണ്ണീർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറഞ്ഞത്. പിന്നെ ക്ലാസ്സിനിടയിൽ ഈ പിള്ളേരെ എന്ന് വിളിക്കുന്ന ഒരു കമൻറ്റ് കണ്ടിരുന്നു, അല്ലേ? അങ്ങനെ പ്രയോഗം വേണ്ട. അപ്പം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ് ഓൺലൈൻ ക്ലാസ് ആണെന്നില്ല അങ്ങനെ വന്നു പോകുന്നത്. നിങ്ങൾക്കത് അരോചകമായി തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.